ഹായ്. ഒരു രസമില്ല സത്യമായിട്ടും. ഭയങ്കര മൂള് കിട്ടും. എന്താണെന്ന് അറിയത്തില്ല. ബിക്കോസ് കണ്ടിട്ട് ഒരു രസമില്ല. ഇന്ന് അവർ അതിനകത്ത് കയറ്റും എന്നൊക്കെ പറഞ്ഞ് കള്ളം പറ്റിച്ച് നമ്മളെ പറ്റിച്ച്. സത്യമായിട്ടും വലിയ പ്രതീക്ഷയിലായിരുന്നു. ഇപ്പം അങ്ങോട്ട് ഓടിച്ചെന്ന് കയറി എന്തായിരിക്കും നടക്കാൻ പോകുന്നത്. കുലം കുശിതമായി കുലം കൗശലതമായിട്ട് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കായിരുന്നു. പിന്നെ ഇന്നലെ ഒരു നിരാശയുണ്ടായിരുന്നു. ജാൻമണിയെ ഒഴിവാക്കിയോ എന്നുള്ളത്. ആ നിരാശയിൽ നിന്ന് വ്യത്യാസമായി ഇന്ന് ജാൻമണിയെ എടുത്തങ്ങ് ഏറിലേക്ക് വിട്ടിട്ടുണ്ട്. ശരിക്ക് കൊടുത്തിട്ടുണ്ട്. ശരിക്ക് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ജിൻഡോയുടെ കേസ്. ജിൻഡോയും നോറയും ഒരുമാതിരി കൂട്ടിനസ് ഓവർലോഡാക്കി കളിക്കുന്നതാണൊക്കെ എനിക്കൊരു തോന്നൽ. പുറത്തു നിന്ന് അവർക്ക് നല്ല പരിചയമുണ്ടെന്നും അവർ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണെന്നും ഒക്കെ ഇങ്ങനെ ഒരു റൂമേഴ്സ് ഇങ്ങനെ കിടന്ന് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനത് അത്ര വിശ്വസിച്ചൊന്നുമില്ലായിരുന്നു കേട്ടോ. സത്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അത് അവിടെ കാണാൻ ഉണ്ട്. കാരണം ഇന്ന് കൂട്ടിനസ് ഇങ്ങനെ വാരി വിതറുമായിരുന്നു. എന്തൊരു കൂട്ടായിരുന്നെന്നറിയാമോ നോറ. എനിക്ക് ഇന്ന് വന്ന 6 മത്സരാർത്ഥികളിൽ നമ്മളെ തിരുവനന്തപുരംകാരനെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്നെപ്പോലെ ചിന്തിച്ചത് അവൻ മാത്രമേ ഉള്ളൂ. അവൻ മാത്രമാണ് പറഞ്ഞത് കൃത്യമായി നൗറ ഈസ് ദ ക്യൂട്ടസ്റ്റ് ഗേൾ എന്ന്. അവൾക്കൊരു പുഷപ്പിൻ്റെ കുറവേ ഉള്ളൂ. ഐ മീൻ ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മാത്രം, വേറെ ഒന്നും ചിന്തിക്കരുത്. ആ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അവൾ പെർഫോം ചെയ്യും. ഇന്നലത്തത് കണ്ടില്ലായിരുന്നോ? എല്ലാവരും ഐക്യ കണ്ടതിന് അവർ തിരിച്ചു വരണമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു വരെയൊന്നും വേണ്ട, പില്ലുകൾ വേട്ട് ശല്യമൊന്നും. അപ്പോൾ ഡീസൻ്റ് ആരാ? നൗറ തന്നെയാണ്. അപ്പോൾ എനിക്കെന്ത് മനസ്സിലായി? നൗറ തന്നെ തിരിച്ചു വരണമെന്നാണ്. പോട്ടെ. ജാൻമണി അല്ല, എനിക്കറിയാത്തതുകൊണ്ട് ചോദിക്കുന്നുണ്ട്. ജാൻമണിയെ ഉപദേശിച്ചത് സീരിയസ് ആയിട്ടാണ് ഉപദേശിച്ചേ? ഐ മീൻ ജാൻമണിയെ വാൺ ചെയ്ത് സീരിയസ് ആയിട്ടാണ്. പക്ഷെ ജാൻമണിക്കത് കോമഡി ആയിട്ടാണ് തോന്നുന്നു. ജാൻമണി എല്ലാവരോടുമുള്ള ദേഷ്യവുമായിട്ടാണ് ഉള്ളിലേക്ക് പോയിരിക്കുന്നത്. അതിനേക്കാൾ ഉപരി ജാൻമണിക്കുള്ള ഏറ്റ ഭാരയും കൊണ്ടാണ് ഈ 6 എണ്ണവും വന്നിട്ടുള്ളത്. കഷ്ടശിവനെ എന്താവോ എന്തോ. ദർശന ദോൻകൊലിയ ദേവനെ എന്തുവാ? ദർശൻ ദേനെ കലിയെ ധന്യവാദ് പോവാ. ശരി മോനെ. അമ്മോ ഒന്നും പറയാനില്ല. പിന്നെ ആരായിരുന്നു? ജാസ്മിൻ ഒരു കമൻറ്റ് പറഞ്ഞതിന് മോഹൻലാൽ പറഞ്ഞൊരു കമൻറ്റ് ബാക്കാണേ. അതാണ് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തൊരു കമൻറ്റ്. എന്താണെന്ന് അറിയാമോ? ഇത്രയേ ഉള്ളൂ നിസ്സാരമായിട്ട്. ഒരു ക്യാപ്റ്റനായി നിൽക്കേണ്ട ആള് പവർ ടീം എന്ന് പറയുന്നത്, പവർ ടീമിലുള്ളവരൊക്കെ തന്നെ സുഖിച്ച് സന്തോഷമായിട്ട് തിന്നും കുടിച്ചു ഉറങ്ങി ഉടുത്തു ഉറങ്ങിയൊക്കെ നടക്കേണ്ടവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച ഈ രീതിയിലുള്ള ഒരു ക്യാപ്റ്റൻ, ശരിയായ ക്യാപ്റ്റൻ ആർക്കിട്ട്? ജാൻമണി കിട്ടു കൊടുത്ത. ജാൻമണി ആയിരുന്നല്ലോ ക്യാപ്റ്റൻ. ജാൻമണി മര്യാദയ്ക്ക് കൊണ്ട് ആയിരുന്നില്ല, ഒരു ജോലിയും ചെയ്യാതെ നടക്കുമായിരുന്നു. എല്ലാ ജോലിയും റസ്മിനെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചതെന്ന് വെച്ചാൽ ഒരു സൗഹൃദമാണ് കേട്ടോ. ആ സുഹൃത്ത് ബന്ധത്തിനെ അങ്ങനെ മൂല്യവൽക്കരിച്ച് ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഇടയിൽ കൂടെ മീൻ ക്യാച്ച് ചെയ്തത് റസ്മിൻ മാത്രമാണ്. അപ്പോൾ റസ്മിൻ്റെ കള്ളത്തരം ഏകദേശം ബിക്കോസിനും പിടികിട്ടിട്ടുണ്ട്, മാലാലും പിടിച്ചിട്ടുണ്ട്, മൊത്തത്തിന് എല്ലാവർക്കും പിടികിട്ടിട്ടുണ്ട്. ആ കൂടെ ജിൻഡോയ്ക്ക് മനസ്സിലായെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അത് പോട്ടെ. അപ്പോഴേക്കും മോഹൻലാൽ അത് മാറ്റി പിടിച്ചിട്ട് ഒരു പുതിയ ചോദ്യം ചോദിക്കുന്നുണ്ട്. അല്ല, ഇത് പറഞ്ഞതൊക്കെ ഇത് കറക്റ്റാണെങ്കിൽ ഫ്യൂച്ചറിൽ നീയാണ് ഗാപ്പിട്ടൻ, അപ്പം നിനക്കും ഇതൊക്കെ ബാധകമാണ് അല്ലയോ എന്നൊരു ചോദ്യമുണ്ട്. ഏതായാലും പുരോഗമനവാദിയായ നമ്മുടെ ശീക്രു അണ്ണൻ അകത്ത് കയറിയിട്ടുണ്ട്. ശീക്രു അണ്ണൻ പറയണത് ഞാൻ പുതിയൊരു രൂപമാണ്, പുതിയൊരിതാണെന്ന്. നമ്മൾ പ്രതീക്ഷിച്ച ഒരു ആംബിയറൊന്നും വന്നില്ലടേ. ബാഡാസമയൊക്കെ ഇട്ടുകൊണ്ട് വരുമെന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. നിരാശയായിരുന്നു ഫലം. സെറ്റായിട്ടില്ല. നോക്കാം, ശ്രമിക്കാം. ജാൻമണിക്ക് എല്ലാവരോടും ഒരു പുച്ഛം ഉണ്ടോ എന്നൊരു തോന്നൽ അത് ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഇന്ന് എന്തിനാണ് ഇപ്പോൾ ജാൻമണി നിങ്ങളെടുത്തിട്ട് അലക്കിയെന്ന് എനിക്ക് മനസ്സിലായി. അല്ലണ്ണ, നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ്? നിങ്ങൾ എന്തെന്ന് പറഞ്ഞവളാ? ഒരു കുന്തവും പറഞ്ഞില്ല. അവൾക്കെല്ലാം മനസ്സിലായ ഒരു പിണ്ണാക്ക് മനസ്സിലായിട്ടില്ല. ഒരു ഡോറ, ഐ മീൻ എന്താ പറയുക, ബേബി ഡോളൊക്കെ ആയിട്ട് വന്ന് ഇരിപ്പുണ്ട്. പക്ഷേ ഒന്നും പറയുന്നില്ല. അത് വല്ലതും പറഞ്ഞാൽ ഇനിയിപ്പോൾ പ്രകൃതി വിരുദ്ധ പീഡനമായി. ഇപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല കേട്ടാ. എന്തോ ഒരെണ്ണം കുത്തി പറഞ്ഞതുപോലെ തോന്നിയെന്ന് എനിക്ക് തോന്നിയത് ജാസ്മിൻ്റെ കേസിലാണ്. ജാസ്മിൻ എഴുന്നേറ്റ് നമ്മൾ ക്യാപ്റ്റൻ ആയിരുന്നു, ഇവിടെ എല്ലാം ചെയ്യുന്നത്, ഓടി നടന്ന് എല്ലാം ചെയ്യേണ്ടത് ക്യാപ്റ്റനാണ്, ആ ക്യാപ്റ്റന് അത് ചെയ്യാണ്ട് പവർ റൂമുകാരെ കൊണ്ട് ചെയ്യിച്ചാന്ന് അപ്പോഴേ ജാസ്മിന് ഒരു കുത്തു കൊടുക്കുന്നുണ്ട് നമ്മുടെ രാജേട്ടൻ. ഏകദേശം അത് കുറുകിയേണ്ട കൊണ്ടു എന്നാണ് എനിക്ക് മനസ്സിലായത്. ബാക്കിയുള്ളവർക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. നമുക്ക് 6 കണ്ടസ്റ്റന്റിനെ പറ്റി കുറച്ച് കാര്യം പറയണ്ട്. ആര് പോകരുത്, എവിടെ ഇരിക്കും, ഞാൻ പറയാം. ഇനി ഇതിനകത്തേക്ക് കയറുന്ന ജാൻമണിയുടെ കാര്യം. ജാസ്മിൻ, ശ്രീരേഖയാണ് കൃത്യമായിട്ട് ഇത് പറഞ്ഞത്. എനിക്കിപ്പോഴും അപ്പോഴും ഈ കഴിഞ്ഞ 3-4 വീക്കിലൊക്കെ തന്നെ എനിക്ക് സംശയം
ലാലേട്ടനും ശ്രീരേഖയും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഇല്ലേ? എനിക്കങ്ങനെ ഫീൽ ചെയ്തു. ഒരു ലവ് സ്ട്രാറ്റജി അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് സംശയമില്ല? എനിക്കുണ്ട്. എന്തിനും ഏതിനും ലാലേട്ട അഭിപ്രായം ചോദിക്കുന്ന ശ്രീരേഖ എടുത്ത ഡേ ഫുള്ള്, ഐ മീൻ ബാക്കിയുള്ള ദിവസങ്ങളിൽ മുഴുക്കെ ശ്രീരേഖയ്ക്ക് ആരോടും ഒരു അഭിപ്രായമില്ല. തനിച്ച് നടക്കും, തനിച്ച് സംസാരിക്കും, തനിച്ച് ക്യാമറയെ നോക്കി പറയുകയുടെ ഈ സ്ട്രാറ്റജിയൊക്കെ പണ്ടേനെ ആരൊക്കെ പ്രയോഗിച്ച് നശിപ്പിച്ച് കളഞ്ഞ സാധനം പുതിയതെങ്കിലും റീക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരികയല്ലേ നല്ലത്. ഈ തനിച്ച് വർത്താനം പറയുക, ക്യാമറയെ നോക്കി പറയുക, എന്തുവാടേ ഭയങ്കര ബോർ. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ശ്രീരേഖയുടെ ഈ ക്യാമറ നോക്കിയുള്ള വർത്താനത്തിന് അധികം ഫേസ് ഇത് കൊടുക്കുന്നില്ല, ക്യാമറയും ബിക്കോസും. അപ്പോൾ അതെനിക്കൊരു കംഫർട്ട് സോണാണ്. കപ്രി മുല്ലപ്പൂ ഇനി ഒതുങ്ങും. കപ്രിയെ നന്നായിട്ട് ഒതുക്കും കേട്ടോ. എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് കപ്രിയാണെന്ന് തോന്നുന്നു. നോക്കാം എന്താ നടക്കാൻ പോണെന്ന്. ഗബ്രി എവിക്റ്റ് ആകാനാണ് ചാൻസ്. ബിക്കോസ് ഗബ്രിക്ക് ഇത് ഇത്രയും ഫേസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാകാൻ ചാൻസ് ഇല്ല. നല്ലൊരു വായാടി കുട്ടി അതിനകത്തേക്ക് പോകുന്നുണ്ട്. അത് 1 by 1 ആയിട്ട് പറയാം കേട്ടോ. ഇതിനകത്ത് ശ്രീരേഖ പറഞ്ഞ 2-3 പോയിന്റാണ്. ഒന്ന് ശാപം, ഒന്ന് എക്കണോമിക് ക്ലാസ്, ഒന്ന് പ്രസ് മീറ്റ് നശിപ്പിക്കും എന്നുള്ളത്. ഈ 3 സാധനവും ജാൻമണി നിഷേധിക്കുകയാണ്. നിഷേധിച്ച ജാൻമണിക്ക് കൃത്യമായി ആ പോയിന്റ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോഴും നിഷേധിക്കുകയാണ്. അതാണ് എനിക്കിപ്പോഴും മനസ്സിലാകാത്ത. ജാൻമണിയെ പറഞ്ഞത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? ആക്ച്വലി പുറത്തേക്ക് വന്നാൽ ജീവിതം നഷ്ടപ്പെടുക അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ ലൈഫ് നഷ്ടപ്പെടാനിരിക്കുന്നത് ജാൻമണിക്കാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ബിക്കോസ് ജാൻമണി അത്രയ്ക്ക് മോശമായിട്ടാണ് മറ്റു കണ്ടസ്റ്റന്റിനെ കണക്കാക്കുന്നത്. ബാക്ക് സ്റ്റാബ് ചെയ്തു അർജുൻ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ട് നിങ്ങൾക്ക് തോന്നുക? എനിക്ക് ഫീൽ ചെയ്തില്ല. ഇനി അത് വേറെ എന്തെങ്കിലും സ്റ്റോറീസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ട പോർഷനിലൊന്നും അയാൾ അങ്ങനെ പറഞ്ഞിട്ട് തോന്നില്ല. അത്രയെങ്കിലും അർജുൻ പറയേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നു. കുത്തിത്തിരിപ്പുറാണി അൻസിബ കയ്യോടെ പിടിയിടപ്പെട്ടിട്ടുണ്ട്. മോഹൻലാലിന് മനസ്സിലായി. മോഹൻലാൽ മകളായി കൺസിഡർ ചെയ്തിരുന്ന ആ അൻസിബയ്ക്ക് അതിൽ നിന്ന് സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ കംഫർട്ട് സോണിൽ കാലും നീട്ടിയിരുന്ന വലിയ അമ്മായിയമ്മയായിട്ടിരുന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊടുന്ന അൻസിബയ്ക്കുള്ള പണി എല്ലാവരും ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും അത് ചുമന്നുകൊണ്ടാണ് വന്നത്. സായി എണ്ണം നശിപ്പിച്ചടേ. സായി എണ്ണ വലിയ പ്രതീക്ഷയായിരുന്നു. എനിക്കത് പറയുമ്പോൾ തന്നെ ടെൻഷൻ പറഞ്ഞു. ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. ഒരു പിണ്ണാക്കും ഉണ്ടായിരുന്നു. ഇൻട്രോ ഭയങ്കര ബോറായിപ്പോയി. ഭയങ്കര ബോറിംഗ് ആയിപ്പോയി. അയ്യേ, ഇവനിപ്പോൾ ഈ വണ്ടിക്കകത്ത് കയറിയൊന്നും തള്ളേ ഉള്ളൂ അല്ലേ? ഒരു രസമില്ല. അവസാനം വരെ ഇരുത്തുകയും ചെയ്തു. അത് നന്നായിട്ട് വിക്കോസിന് മനസ്സിലായി. ഇവരെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് അടുത്ത് റിവ്യൂവിന് ഇറങ്ങും. അതുകൊണ്ട് ഏറ്റവും അവസാനം അവനെ കൊണ്ടുവന്നാൽ അതിൽ നിന്ന് വിക്കോസ് അങ്ങ് തീരുമാനിച്ച് അവസാനം തന്നെ അവനെ കൊണ്ടുവന്ന് കാണിച്ച് വിക്കോസ് അണ്ണന് എൻ്റെ നടുവിരൽ നമസ്കാരം, എൻ്റെ പ്രതികാരം ഞാൻ ഇവിടെ തീർത്തു വയ്ക്കുകയാണ്, വൃത്തികെട്ടവൻ. ശ്രീലേഖ ലാലേട്ടൻ വരുമ്പോൾ ഒരു പാവക്കുത്ത്, ഒരു കൊഞ്ചൽ. നന്ദന ജാസ്മിൻ അടിയമോ? 100%. ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു വലിയ കാര്യമാണ് നന്ദന പറഞ്ഞത്. ചിലപ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് അങ്ങനെ ഒരു വട്ടുള്ളത് കൊണ്ടായിരിക്കുമെന്ന്. ഞാൻ സാധാരണ എപ്പോഴായാലും കിച്ചണിൽ പോകുമ്പോൾ തോർത്ത് കൊണ്ട് തല കെട്ടി വെച്ചിട്ട് പോകും. ബിക്കോസ് എപ്പോഴും നമുക്ക് ഹെയർ ഫാൾ ഒരു പ്രോബ്ലമാണ്. എത്ര ഭയങ്കര ഭീകരമായ ഹെയർ ഫാൾ ഉണ്ടെങ്കിൽ പോലും ഈ ഞാൻ കുക്ക് ചെയ്യുന്ന ഒന്നിലും ഒരു മുടി കണ്ടുപിടിക്കാറില്ല. എനിക്കത് തീരെ ഇഷ്ടമില്ല. മറ്റുള്ളവരുടെ അവസ്ഥ എന്താണെന്നറിയില്ല. എൻ്റെ ഫുഡിൽ മുടി കണ്ടു കഴിഞ്ഞാൽ ഛർദ്ദിച്ച് എൻ്റെ ഊപ്പാടും. എനിക്കറിയത്തില്ല. എനിക്കതിൽ നിന്ന് ഓവർകം ചെയ്യാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ സ്ഥിരമായിട്ട് ചിലപ്പോൾ എൻ്റെ മോൻ എപ്പോഴും കളിയാക്കും. എപ്പം നോക്കിയാലും തലയിൽ ഒരു ഭാണ്ഡക്കെട്ട് കൊണ്ടുവരും. ഞാനിത് പ്രാർത്ഥിക്കാനായിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. അങ്ങനെയല്ല കേട്ടോ. ഇപ്പം നമ്മൾ തലയിൽ തട്ട ഇട്ടുകൊണ്ടാണ് കുക്ക് ചെയ്യുന്നത്, അങ്ങനെ ഒരു ടൈം വരാൻ ആണ് എന്നുള്ള രീതി പറയുന്നു. പക്ഷേ എനിക്ക് അങ്ങനെയല്ല ഫീൽ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ പോകുമ്പം എൻ്റെ ഒരു ലെവൽ അതാണ്. ഫുള്ളി കെട്ടി വെച്ചിട്ട് പോകും. മുടി ഒരു തോർത്ത് വെച്ച് അല്ലെങ്കിൽ കെട്ടി വെച്ചിട്ട് പോകും. ആ ഒരു പോയിന്റ് പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ചിലപ്പോൾ അത് വേറെ എന്തെങ്കിലും രീതിയിലാവും എന്നുള്ളത് ഞാൻ അത് പറയാതിരുന്നു. പക്ഷേ ഈ കൊച്ചത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് പൊളിക്കും. പിന്നെ നന്ദനയുടെ വോയിസ് കേട്ടപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിലെ സെബീനായ ഓർമ്മ വന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചില വിഷയങ്ങളിലൊക്കെ മറ്റാരെക്കാളും കൂടുതൽ നന്നായി റിയാക്ട് ചെയ്യണത്, കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കുന്നത് സബീനയാണ്. എനിക്ക് സബീനയുടെ മറ്റൊരു വേർഷനായിട്ടാണ് നന്ദനെ തോന്നുന്നത്. രണ്ടുപേരും തൃശ്ശൂറുകാരാണ് കേട്ടോ. അതുകൊണ്ടൊരു പ്രതീക്ഷ ആ കൊച്ചിലുണ്ട്. പിന്നെ അത് ഒരു എന്താ പറയണ, ആ കുട്ടിയുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിന് ഭയങ്കര സർപ്രൈസിങ് ആയിട്ടായിരിക്കും അത് തോന്നിയിട്ടുണ്ടാവുക. എന്ത് നടക്കുമെന്ന് കണ്ട് കാണാം. ഹേർട്ട് ചെയ്യപ്പെടാതിരിക്കട്ടെ എന്നേ ഉള്ളൂ. അത് സത്യം പറഞ്ഞാൽ എനിക്കതൊരു ഭയങ്കര വേദനയായിട്ട് നിൽക്കുന്നുണ്ട്. ഹലോ, എന്തൊരു ബിഗ് ബോസ്, നമ്മളില്ല പൊന്നെ. വേണ്ടെങ്കിൽ വേണ്ട. ചേച്ചി കണ്ടില്ലേ ജാസ്മിൻ്റെ ഒരേ ഒരു ഹലോ എവിടെ ലൈവിലാ പിന്നെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. എന്നാ ചായിരി. ഹലോ, ഞാൻ ബാബു ആണ്. പറയൂ ബാബു. അതായത്
നിങ്ങൾ ഇത്രത്തോളം സാമൂഹ്യ പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങളും ഒത്തിരി പഠിച്ചുള്ള വിഷയങ്ങളും ഒക്കെ അവതരിപ്പിച്ചിട്ട് ബിഗ് ബോസ് എന്തുകൊണ്ട് നിങ്ങളെപ്പോലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളെ കാണുന്നില്ല? അപ്പൊ ചോറൊക്കെ തിന്നിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഓക്കെ, എന്നാ ഞാൻ ഉറങ്ങുകയാണ്. ഞാൻ കണ്ടു നിങ്ങളുടെ സഹോദരനായി അരങ്ങേറ്റത്തിലേക്ക്. നിരാശ മാത്രമാണ് എനിക്ക് ബാക്കി. അതിന് കൂടുതൽ നമുക്ക് പിന്നെ സംസാരിക്കാം. ലൈവ് കഴിഞ്ഞിട്ട് വിളിക്കാൻ കേട്ടോ. ഓക്കെ, കളിയാക്കാൻ വിളിച്ചതാണ്, കണ്ടില്ലേ? എടാ സായി, എടാ കൊച്ചലവലാതി, ഞാൻ ബിൽഡപ്പ് ചെയ്ത് എവിടെയോ കൊണ്ടെത്തിച്ച് നീ നശിപ്പിച്ച്. ഇനി ഇവന്മാരെല്ലാം എന്നെ വിളിച്ച് കളിയാക്കും. എനിക്ക് വയ്യ, ജീവിതം മടുത്തു. ഞാൻ പ്രതീക്ഷിച്ചാണോ ഒന്നും സായി പെർഫോം ചെയ്തില്ല. ബാഡാസുമായിട്ടിട്ട് പോയാൽ മതിയായിരുന്നു. എന്തരടാ നിന്റെ കയ്യിലെ വള്ളിയെറിഞ്ഞാണം കാണിച്ചിട്ടാണോ ഒരു ഷോയിലേക്ക് എൻട്രി ആവുന്നത്? അത് മാത്രമല്ല, മോഹൻലാൽ അന്തം വിട്ട് കുന്തം വിഴുങ്ങിപ്പോയി. ഇവൻ കൊണ്ടുവന്ന ആരാണ് ഏറ്റവും നല്ല കണ്ടസ്റ്റൻ്റ് എന്ന് ചോദിച്ചപ്പോൾ ഗബ്രിക്ക് കൊണ്ടിട്ട് കൊടുക്കും. ആണോടാ നല്ല കണ്ടസ്റ്റൻ്റ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സായി എന്ന യൂട്യൂബറുടെ യോഗ്യതയുടെ ആദ്യത്തെ ലെവലാണ്. എല്ലാ മനുഷ്യർക്കും മനസ്സിലായി അവൻ പോക്ക് മുതലാണ്. പക്ഷെ അവൻ നല്ല കണ്ടസ്റ്റൻ്റ് ആണെന്ന്. ഡബിൾ സ്റ്റാൻഡ് സായി. ചേച്ചി കണ്ടില്ലേ ജാസ്മിൻ്റെ ഓരോ കഥകൾ പുറത്തു വരുന്നത്? ഞാൻ കണ്ടു. പഴയ മുന്നാക്കയെ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കണ്ടു. അഭിഷേക് ശ്രീകുമാർ കൊള്ളാം, നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഒരു ഗെയിം ചേഞ്ചറായി ഫീൽ ചെയ്യുന്നു. സായി നനഞ്ഞു ഉണങ്ങിപ്പോയ പോലെ ആയിപ്പോയി. ഒരു പേടി മുഖത്ത് കാണുന്നു. ശരിയാണ്. എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ, ഇവൻ എപ്പോഴും ഈ കാറിനകത്തിരുന്ന് അപരാധം പറഞ്ഞ ശീലമുള്ളൂ. പുറത്തിറങ്ങിയ ആളുകളോട്ട് സംവദിച്ചോ അവനിക്ക് ശീലമില്ല. അവൻ പോവും. ഞാൻ ഫോണിൽ സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് അവനൊരു ഇന്നസെൻ്റ് ആയിട്ടാണ് തോന്നിയത്. ഒത്തിരി ഒന്നും അറിയത്തില്ല. അവൻ ക്രൂക്കഡ് അല്ലെന്ന് തോന്നുന്നു. ഹീസ് ജസ്റ്റ് ലൈക്ക് ഡബിൾ സ്റ്റാൻഡ്, അത്രയേ ഉള്ളൂ. ഒരു പോട്ടാൻ. ഭയങ്കര പ്രതീക്ഷയായിരുന്നു കേട്ടോ. സത്യമായിട്ട് എൻ്റെ പ്രതീക്ഷയെല്ലാം നശിപ്പിച്ചുകൊണ്ട് ഈ സായി എന്താ ഈ കാണിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. ജൂസ്മിനെ കളി പഠിപ്പിക്കാൻ വന്നതാ ബടാസുമ. ഒരു കളി അവിടെ പഠിപ്പിക്കാൻ പോകുന്നില്ല കേട്ടോ. നിങ്ങൾ പോകും. എന്നെ വിളിച്ചില്ലല്ല, ഞാൻ മെണ്ടില്ല. എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ പോയാൽ. എന്നെ വിളിച്ചില്ല. എല്ലാവരെയും വിളിച്ചു. അണ്ടനെ അടങ്കണ്ണനെയും ഗുണ്ടനെയൊക്കെ വിളിച്ചിട്ടും എന്നെ വിളിച്ചില്ല. എനിക്കതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഗേ ആയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ആളുടെ പേരെന്തായിരുന്നു? അഭിഷേക് ജയദേവ്. നല്ല ഹാൻഡ്സം, നല്ല മൊഞ്ചുള്ള പയ്യൻ. പക്ഷെ എന്ത് ചെയ്യാം, അവൻ പറയുന്ന ഒരു കാര്യം എനിക്ക് വിശ്വസിക്കാൻ പ്രയാസം. ഗേ ആണ് എന്നുള്ളത് ഫാദറിന് അറിയില്ല എന്ന് പറയണു. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമോ? എന്താണോ എന്തോ. എന്താണെങ്കിലും അവസ്ഥ ഫാദർ അറിയട്ടെ. കൂടുതൽ വിവരങ്ങൾ ഫാദറിലേക്ക് എത്തട്ടെ. അതൊക്കെ ഒന്ന് കോംപ്രമൈസ് ആകട്ടെ. ഓൾ ദ ബെസ്റ്റ്. ബാഡാസുമ. അത്ര തന്നെ. അഭിഷേകിൻ്റെ എൻട്രി സൂപ്പർ കിടുക്കാച്ചി. ആൻഡ് ഡയലോഗ് ഡെലിവറി കിടു ഒന്നും പറയാനില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റ് ഇപ്പോൾ വന്നതിൽ വെച്ചിട്ട് 2 പേരാണ്. 3 പേരെ എനിക്ക് ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഞാൻ നോക്കുന്നുണ്ട്. ഒന്ന് ആ പയ്യൻ്റെ പേരെന്തുമായിരുന്നു? അഭിഷേക് ശ്രീകുമാർ, DJ ആയിട്ടുള്ള സിബിൻ ആൻഡ് അഭിഷേക് യാദവും മറ്റേ ശ്രീകുമാർ. 2 അഭിഷേകുമാരിലും ഒരു അഭിഷേക്. ആ 2 പേരെയും ഓക്കെ ആണെന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതും കുറച്ച് ഒരു പ്രതീക്ഷയുള്ളതും നമ്മുടെ ഫസ്റ്റ് ആയിട്ട് വന്ന ഗേ ആയിട്ട് വന്നിട്ടുള്ള ആ പയ്യനാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ബാക്കി അറിയത്തില്ല. അണ്ടകടോകടൻ ചെമ്മൻ ചെരുപ്പത്തി എല്ലാം ഉണ്ട്. മോളിവിടെ ഇരിക്കുന്നു. ഇവരെ പോലെ പോകാനെന്താ? ഞാൻ പോയ ടെററാണ്, ടെററിസ്റ്റ്. ഞാൻ പോയിരുന്നെങ്കിൽ ആ ഫസ്റ്റ് പയ്യൻ്റെ അതേ ഇൻട്രോ തന്നെ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്തൊക്കെ പറയാൻ ആഗ്രഹിച്ചോ, ആർക്കൊക്കെ മാലയിടാൻ ആഗ്രഹിച്ചോ അതൊക്കെ കറക്റ്റായിട്ട് അഭിഷേക് ഇട്ടിട്ടുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു ചെറിയ അടുത്തൊരു മോഡലായിട്ട് എനിക്ക് അവന് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന മറ്റേ അഭിഷേക് ശ്രീകുമാർ, അവൻ കുറച്ച് പഞ്ചാര കുഞ്ചുവാണേ. ചിലപ്പോൾ ജാസ്മിൻ ഗബ്രിയെ വിട്ടിട്ട് ഈ ഒരു തോളിലോട്ട് ചാടാനും ചാൻസസ് ആർ ദെയർ. ഇവിടെ ഇരുന്നുകൊണ്ട് വലിയ വർത്തമാനവും വീരവാദവും ഒക്കെ അടിച്ച് അതിനകത്ത് പോകുമ്പോൾ ജാസ്മിൻ കരയുമ്പോൾ ഇവൻ നെഞ്ചോടടുക്കി പിടിച്ചിട്ട് പാട്ട് ഞാൻ കാണിച്ചു തരാമെന്ന് കപ്രി പറയുന്ന കണക്ക് പറഞ്ഞാലും പറയും, പറയാതിരിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്. എന്തായാലും സായി പോയത് ജാസ്മിന് എഗൻസ്റ്റോ, ജാസ്മിനെ അനുകൂലിക്കാനോ, ജാസ്മിനോട് ഈ കാര്യം പറയാനോ അല്ല എന്നുള്ളത് ഡാം ഷുവറാണ്. ജാസ്മിനെ തട്ടില്ല. ജാസ്മിനുമായിട്ട് യാതൊരു ഫൈറ്റും സായിയിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട. ബിക്കോസ് സായി നോസ് ഹെർ വെൽ. അവളുടെ പ്ലേ എന്താണെന്ന് സായിക്ക് അല്ലാതെ വേറെ ആർക്കെങ്കിലും അറിയാമോ? സായി പേടിക്കും. പിട്ടുക്ക് വിറയ്ക്കുന്നുണ്ട്. അവന് പിന്നെ പേടിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സായിയാണ് എന്നെ ഫ്രണ്ട്സിനെ സേവ് ചെയ്യേണ്ടത്. അത് ശരിയാണ്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് കറണ്ട് ബിഗ് ബോസ്? ഇറ്റ്സ് ഓക്കെ ടോണി, മാനേജബിൾ. ഋഷി: അല്ല ചേച്ചി, ജാസ്മിൻ
ജാൻമണിയോട് പറയുന്ന പുറത്തൊരു ലൈഫ് ഉണ്ടെന്ന്. അതാ സൂപ്പർ ആയിട്ട്, അത് നിങ്ങൾ ഓർത്ത് നന്നായി. അത് മേരി പറഞ്ഞതാണ്. എനിക്ക് അപ്പോഴും തോന്നിയ ഡയലോഗാണ്, മോളെ ഇത് നിനക്കല്ലേ ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്, പുറത്തൊരു ലൈഫ് ഉണ്ടെന്ന് നീ അവരോട് പറയണം, നീയാണിത് മനസ്സിലാക്കേണ്ടത്, അല്ലാതെ അവരല്ല. അതൊരു പോയിന്റാണ് കേട്ടോ, ഞാൻ വിട്ടുപോയൊരു പോയിന്റാണ്. കറക്റ്റാണ്. ജാൻമണിയെ ഉപദേശിക്കുന്ന ആരെ ഇപ്പം ഉപദേശിക്കുന്നു? സായി ജാസ്മിൻ പ്ലാനാണ്, കറക്റ്റാണ്. സായി ഈക്വൽ ടു ടോയ്ലറ്റ് ബ്രഷ്. വേണ്ട, പോട്ടെ. ജാസ്മിൻ ചാടാൻ സാധ്യതയുണ്ട്. ആ ക്രീം ഇപ്പോൾ എൻ്റെ കാലിൽ താഴെയുള്ള നെല്ലിക്ക വലിപ്പത്തിലുള്ള കറുപ്പ്. പോവാ അവിടുന്ന്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? അതൊക്കെ പറഞ്ഞല്ലോ, ഞാൻ കമൻസിലേക്ക് വായിക്കാം. 3 ഡി ജെ സിബിൻ കുറച്ച് എന്തൊക്കെയോ ചെയ്യാം എന്നുള്ള എല്ലാവരും ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ. ഞാൻ ഇത് ചെയ്യും, ഞാൻ അത് ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും എന്ന് പറയുന്നത്. എനിക്ക് മറ്റേ ആ കൊച്ചിൻ്റെ പേരെന്താ, പൂജ കൃഷ്ണ, വർത്തായിട്ട് തോന്നുന്നില്ല. അതിൻ്റെ ആറ്റിറ്റ്യൂഡ് ശരിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ഇത്രയും നാൾ ഇതുവരെ അവരുടെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കണ്ടെടുത്തൊക്കെ തന്നെ പൂജയുടെ ബിഹേവിയർ എങ്ങനെയെന്ന് പറഞ്ഞാൽ അതിൽ എനിക്കൊരു കറക്ഷൻ ഉണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചാനലുകാർ ഇൻസിസ്റ്റ് ചെയ്യുന്നതാണൊക്കെ നമുക്ക് ആങ്കർ ചെയ്യാൻ പറ്റുള്ളൂ, മാറി നമുക്കൊന്നും പറയാനൊക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ നല്ല പോലെ അഭിപ്രായം പറയാനും നല്ല പോലെ അടിച്ചിരുത്താനും അവരെ കൊണ്ട് സാധിക്കുന്നു. മല്ലു ഫാമിലി അവർ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഷീസ് ഓക്കെ ഇൻ ദാറ്റ് മാനർ. പിന്നെ ഇവർക്ക് എല്ലാവർക്കും പരസ്പരം പരിചയമുണ്ട്. ജാസ്മിനെ ഏറ്റവും കൂടുതൽ ഇൻ്റർവ്യൂ എടുത്തിട്ടുള്ളതും പൂജയാണ്. അപ്പോൾ ജാസ്മിന് ഫേവറബിളായിട്ട് അവിടെ നിൽക്കാനാണ് ചാൻസ്. ഈ പോയവരിൽ എനിക്ക് തോന്നുന്നു 3 പേര് ജാസ്മിന് സപ്പോർട്ടിനാണ് പോയിരിക്കുന്നത്. ബാക്കി ഉള്ള 3 പേര് ടെററായിട്ട് പോയിരിക്കണം. ജാസ്മിൻ ശരിക്കും നോക്കി കളിച്ചില്ലെങ്കിൽ പണി കിട്ടും. നന്ദന ബെസ്റ്റ് ഒപ്പോണൻ്റ് ആണ് ജാസ്മിൻ കുതിച്ചാലൊന്നും ഒരു കുതിയും നടക്കത്തില്ല. ഈ കൊച്ച് പൊളിച്ച് കൈ കൊടുക്കും എന്നുള്ള തർക്കമേ വേണ്ട. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. നന്ദന സൂപ്പർ ഗെയിമറായിട്ടാണ് പോയിരിക്കുന്നത് പറഞ്ഞതിൽ വെച്ച് കേട്ടോ. അവിടെ ചെന്നാലുള്ള അവസ്ഥ എന്താണെന്ന് എനിക്കറിയത്തില്ല. മേ ബി ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടുമ്പോൾ മൊത്തം കിളി പോകുന്ന ലക്ഷണമാണ്. ഇപ്പം തന്നെ കിളി പോയി എന്നാണ് പറയണത്. ഞാൻ അതിനകത്ത് കയറുമ്പോൾ എന്താ കിളി പോകുന്നതെന്ന് കണ്ടല്ലേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ സിബിൻ TVM-ൽ നിന്ന് വന്നതുകൊണ്ട് എനിക്കൊരു ഫേവർ ഉണ്ടെന്ന് തോന്നണ്ട. എനിക്ക് അവൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മേ ബി ചാൻസസ് ആർ ദെയർ. അതാണ് നമ്മൾ ചില കാര്യങ്ങൾ, ഞാൻ അങ്ങനെയാണ് കേട്ടോ, നല്ല പോലെ നോവിക്കാറുണ്ട്. അത് നാം തമാശ രൂപേണ വെച്ചൊരു കുത്തുന്നത്. അപ്പോൾ അത് ആ ഒരു ടൈമാണ് അവൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തിരുവനന്തപുരം പൊളിയിടാ, മാസിടാ, നമ്മുടെ നാട്ടിനെ അവൻ റിസംബിൾ ചെയ്യും എന്നുള്ള ഒരു തർക്കവും വേണ്ട. പൊളിക്കും എന്നുള്ള തർക്കമേ വേണ്ട. അവന് ഗപ്പാണോ ഉദ്ദേശിച്ചത് അതൊന്നും എനിക്കറിയത്തില്ല. കൃത്യമായി പറയും. മറ്റത് 2 ടെററാണ്. ഈ നമ്മുടെ സായി പോയതിന് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയത്തില്ല. ഒരു ഷോ ഓഫ്, അതായത് ഒരു കോപ്പി പേസ്റ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്ത് റക്കി ബൈഡ എന്നുള്ളത്. മീശയൊക്കെ പിരിച്ച് ഏച്ചി പോടാല്ല വല്ല അധികം മീശ വിരിക്കാനായിട്ട്. നിനക്ക് ആ കാരണത്തിരുന്ന് മീശ വിരിച്ചാൽ പോരായിരുന്നു. കൊച്ചല വല്ല തടിയും അടിച്ചിട്ട് അങ്ങോട്ട് ചെന്നിരിക്കുകയാണ്. ഒറ്റ അടി നീ വെളിയിറങ്ങിയ നിന്നെ ആദ്യം അടി ഞാൻ തരുവിടെ അവരടി വൃത്തിയിട്ടവനെ. ഇത്രയും പ്രതീക്ഷയോടെ ഞാൻ കാത്തിരുന്നപ്പം നീ അതിനായിട്ട് ഇങ്ങനെയാണോ നിന്റെ റിവ്യൂ എടുക്കുന്നതിന് പിണ്ണാവും. ഞാൻ നാളെ ഒരു രാഷ്ട്രീയം കൊണ്ട് ഇറങ്ങണേ, എനിക്ക് വേണ്ട ബിക്കോസിൻ്റെ റിവ്യൂ എങ്ങനെ എടുക്കും? ഒരു രസമില്ല. ഞാൻ ആകെ പ്രതീക്ഷിച്ചത് ഈ വായി നോക്കിയായിരുന്നു. പക്ഷേ ഇവനാണെങ്കിൽ വെറും പഴം. നീ ഇങ്ങനെ ചിലപ്പോഴേ പെണ്ണുമ്പിളെ വിട്ടിട്ട് ആദ്യം പോകുന്നതുകൊണ്ട് ആ ടെൻഷനായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ സെറ്റ് ആവുമായിരിക്കും അല്ലേ? പ്രതീക്ഷിക്കാം. നാളെ നമുക്ക് നോക്കിക്കാണാം. അത്ര തന്നെ. നന്ദന ഒരു മെച്യൂരിറ്റി ഫീൽ ആയില്ല. മെച്യൂരിറ്റി അവിടെ വർക്ക് ചെയ്യണ്ട. പക്ഷേ മറ്റേ പെൺകുട്ടിയുടെ ഏജ് ലെവൽ, അതായത് ജാസ്മിൻ്റെ ഏജ് ലെവലിന് നമുക്ക് ജാസ്മിനെ കൊട്ടിപിടിക്കുക ഒരാളവിടെ വേണം. അതല്ല, അത് മാത്രമല്ല നമ്മുടെ സിബിൻ, അവൻ ഇഷ്ടം ആരെയാ? നോറയാ. സിബിൻ പോയി ബാക്കപ്പ് ചെയ്യാൻ പോകുക, അല്ലെങ്കിൽ ഇത് കൂടുതൽ ബൂസ്റ്റപ്പ് ചെയ്യാൻ പോകുന്നത് ആരെയാ? ആരേന്ന് പറ? നോറയെ ഒന്ന് സ്ക്രൂ കയറ്റി കൊടുത്താൽ നോറ ബാക്കി അവിടെ പെർഫോം ചെയ്തോളൂ. അപ്പോൾ ഷിബിൻ പോകുന്നത് എന്തിനാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ജിബിനും നോറയും കൂടെ ഡിങ്ക സൂപ്പർ പ്ലേ. പിന്നെ അവിടെ പൊട്ടിക്കേണ്ട ഒരു സാധനമുണ്ട്. ശരണ്യ, ഋഷി, അൻസിബ, ശ്രീതു, ഇവർ 4 പേരും ഫൗൾ ഫേക്ക്. ഇവരെ 4 പേരെ പിടിച്ച് ദൂരെ കളയണം. അത്രയേ ഉള്ളൂ. കാർ അകത്ത് കയറ്റാൻ പറ്റാത്തതിൻ്റെ ടെൻഷനാണ് സായിക്കും. അതും ശരിയാണ്. അതും ഒരു പോയിന്റാണ്. അത് നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ. എന്തായാലും സായി എണ്ണൻ പുറത്തു വന്നു. കണ്ടന്റ് ക്ഷാമം കാണില്ല. കണ്ടന്റ് ക്ഷാമം എന്ന് പറഞ്ഞാൽ അവനെടുക്കുന്ന ചീപ്പ് കണ്ടെത്തുന്നത് ഞാൻ എടുക്കാറില്ല. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, കാറ് വിട്ട് പുറത്തിറങ്ങിയപ്പോൾ അവൻ്റെ നടത്തം തന്നെ കളവാന്നായിപ്പോയി. മീൻസ് ലവാന്നായിപ്പോയി. എന്തോ അപ്പോൾ അവൻ എൻ്റെ ചെറുക്കന് ബലം കൊടുക്കണേ എൻ്റെ ശിവമുത്തപ്പ. ഇത്തേ വൈൽഡ് കാർഡ് കൊണ്ട് പോകാൻ ഒറ്റത്തൊന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ ബിക്കോസ് തയ്യാറാകണം. ഷോയുടെ റേറ്റിംഗ് തന്നെ മാറും എന്ന് ഈ കിണാപ്പന്മാർക്ക് അറിയില്ല. അമ്മക്ക് അടുത്ത ബിക്കോസിൽ പോവാം. ഇത്തവണ പോട്ടെ. കാർ അകത്ത് കയറ്റാൻ പറ്റാത്ത ടെൻഷനാണ്.
സായി ജാസ്മിൻ്റെ ഡാഡിക്ക് അഗൻസ്റ്റ് വീഡിയോ ചെയ്തത് വൈൽഡ് കാർഡായിട്ട് ഒരു ചാൻസ് കിട്ടാനാണെന്ന് മൈ ഗസ്. സായി 2 days ആറ്റിറ്റ്യൂഡ് കാണിക്കും, അത് കഴിഞ്ഞ് ഗ്രൂപ്പ് കളിയായിരിക്കും. അഭിഷേക് മേ ബി സ്ട്രോങ് ഒപ്പോണൻറ്റ്. അത് ബിഗ് ബോസിനെ പറ്റിച്ചു എന്നുള്ളത് ഇന്നത്തെ മോഹൻലാലിൻ്റെ ഫേസ് എക്സ്പ്രഷനേ ഉണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാൾക്കാണ് സായി ഇഷ്ടമെന്ന് പറഞ്ഞ ഇതിട്ടത്, മാലയിട്ടത്. ഗബ്രിയെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഒരു ഷോക്കായിരുന്നു. എനിക്ക് തോന്നുന്നു അത് ലൈവായിട്ട് എടുത്തതായിരിക്കും, അല്ലെങ്കിൽ തിരുത്തിയൊക്കെ ചെയ്യും, അല്ലെങ്കിൽ ഇത്രയും പേരുടെയൊക്കെ ഒരു മുന്നിൽ വെച്ച് ചെയ്തതുകൊണ്ടായിരിക്കും. എന്തായാലും ഇവരെ പറഞ്ഞു പറ്റിച്ചതാണെന്ന് വ്യക്തമാണ്. സായി ബിഗ് ബോസിനെ പറഞ്ഞ് പറ്റിച്ചതാണെന്നുള്ളത് സൂപ്പറായിട്ട് വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. എനിക്കും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത്. സോ സ്കോപ്പില്ല. സായി പോയിരിക്കുന്നത് വേറെന്തോ ഇതിലാണ്. ഒന്നുകിൽ അവൻ സേവ് ചെയ്യും ജാസ്മിനെ. ഇനിയിപ്പോൾ എനിക്ക് ജാസ്മിൻ മാത്രമല്ല അതിനകത്ത് ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് എന്ന് തോന്നുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞതാണ് അപ്സരയെ. എല്ലാവർക്കും അപ്സരയെ ഇഷ്ടം തന്നെയാണ്. പക്ഷെ എവിടെയോ മറ്റേ ഒരു ഗ്രൂപ്പ് ഗ്യാങ് ഉണ്ടല്ലോ, അൻസിബ ടീം, അവരാണ് ഇപ്പോൾ അപ്സരയെ മുൻപോട്ട് വരാതിരിക്കാനുള്ള എല്ലാ തടകളും ഉണ്ടായിരുന്നത്. അപ്പോൾ അപ്സരയെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് അപ്സരയുടെ പേഴ്സണൽ ലൈഫിൽ നടന്ന ഒരു അലിഗേഷൻ ഞാൻ എടുത്തുകൊണ്ട് വരാതിരുന്നത്. എനിക്ക് അവരെ ഭയങ്കര താല്പര്യമാണ്. ഷീസ് ഓക്കെ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. നന്നായി കളിക്കാൻ അറിയാം, അക്സെപ്റ്റൻസ് ഉണ്ട്. ചില സമയത്ത് ഒരു മടിയുണ്ടെന്ന് ചോദിച്ചാൽ ഷീസ് പെർഫെക്റ്റ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സായിയുടെ ഇൻട്രോ ബോറായിരുന്നു. കറക്റ്റാണ്, ഭയങ്കര ബോറായിരുന്നു. ഒരു രസം ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ ഉള്ളൂ അവന് പറയാനായിട്ട്. അവൻ ഈ പെണ്ടാട്ടിയെങ്കിലും ഒന്ന് പരിചയപ്പെടുത്തണമായിരുന്നു. ഒരു രസം ഉണ്ടായിരുന്നില്ല. ഭയങ്കര ശോകം, തകർന്ന് തരിപ്പണമായി കിഴുക്കുത്തിയായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇന്നലെ മെനങ്ങേണ്ടാണ് ചെകുത്താനിരുന്നു കൊണ്ട് അവൻ്റെ കേസിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. മേ ബി അത് അവന് പരേശാൻ ചെയ്യുന്നുണ്ടാവും, ടെൻഷൻ ഉണ്ടാവും. ഇവിടെ പേടിക്കാതാണ് ഞാൻ പറയാം. മുതുകാടിൻ്റെ അടുത്ത് നിന്നെ അതിനകത്ത് നിൽക്കുമ്പോൾ അയാൾ ഉപദ്രവിക്കരുത്. നീ പുറത്ത് വരുമ്പോൾ നിനക്കൊരു വില ഞങ്ങൾ ഏർപ്പാട് ചെയ്യാം. അതുവരെ നമ്മളൊന്ന് സെറ്റാക്കി വെക്കും. ഞാൻ മുതുകാട് സാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് സായി ഒരു 2 months ശല്യം ചെയ്ത് അത്രയൊന്നും വേണ്ടി ഒരു 2 weeks ചെയ്യുമ്പോൾ പുറത്ത് വരും. അങ്ങനെയാണെങ്കിൽ അത്രയും ദിവസം വരെ ഒന്ന് സമാധാനിക്കണം. അതിനകത്ത് പോയി ഇച്ചിരി ഒന്ന് ചൊറി കുത്തിയിരുന്നിട്ട് ഇറങ്ങി വരട്ടെ കേട്ടോ. ഇപ്പോൾ ഒന്നും നീക്കരുത്. എനിക്കറിയാം അത് എന്താണെന്നുള്ളത്. ഓക്കെ, സായി പണ്ടേ ബോറ്. അപ്പോൾ അതിനകത്ത് പോയി ഉള്ള അഭിനയം അത്രയും നടത്തി അവൻ ഭയങ്കര സൂപ്പറാണെന്നും ഭയങ്കര സാമാനമാണെന്നും കാണിക്കാനാണ് തള്ളിക്കൊണ്ട് പോയിട്ടുള്ളത്. അഭിഷേക് പറഞ്ഞത് ജാസ്മിനെയാണ് ടാർഗറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. പിന്നെ പൂജ കൃഷ്ണ കൃത്യമായിട്ട് പറഞ്ഞു ജിൻഡോയും ഗബ്രിയുമാണ് അവളുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കറിയത്തില്ല അല്ലെങ്കിൽ ഹൗ മച്ച് അത് എഫക്റ്റ് ആകും എന്നുള്ള കാര്യത്തിൽ നോ തീരുമാനം വെച്ച. പിന്നെ ഈ റസ്മിനെ പറ്റി പറഞ്ഞത്, അത് നമ്മുടെ ആളുണ്ടല്ലോ, അയാൾ നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് റസ്മിനെ പറ്റി ഒരു കാര്യം പറഞ്ഞില്ലേ, അത് ആക്ടാണ്. കാരണം സൗഹൃദം എന്ന ഒരു ചെയിൻ കൊണ്ട് പലരെയും ബന്ധിപ്പിച്ച് അല്ലെങ്കിൽ പലരെയും സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് റസ്മിൻ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് കൃത്യമാണ്. പിന്നെ ഞാനിപ്പോൾ ഇത് ലൈവ് ഷോ കഴിഞ്ഞ ശേഷം വീണ്ടും കുറച്ച് നേരം കൂടെ ലൈവ് കണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ജാൻമണി ഒന്ന് വളഞ്ഞു കുത്തി പിടിക്കുന്നുണ്ട് അവിടെയുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റിനെയൊക്കെ. മിക്കവാറും ജാൻമണി ഈ ഒരു ദിവസം കൊണ്ട് മേ ബി ഇന്ന് നൈറ്റ് തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനാണ് ചാൻസ്. കാരണം അവൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആൻഡ് ഫ്രസ്ട്രേറ്റഡ് ആണ്. ഷീ ഷുഡ് സേ സോറി എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വിധം. അത് അറ്റ്ലീസ്റ്റ് മോഹൻലാൽ പറയണമായിരുന്നു. ചിലപ്പോൾ മോഹൻലാൽ അവളെ കൊണ്ട് സോറി പറയിച്ചത് കോംപ്രമൈസ് ചെയ്യിക്കാതിരുന്നത് നെക്സ്റ്റ് വീക്കിൽ ജാൻമണി പുറത്താക്കാനായിരിക്കും. ബിക്കോസ് ജാൻമണിക്ക് പകരം ആ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ അതിനേക്കാൾ സ്ട്രോങ് ആയ മറ്റൊരു വ്യക്തി വന്നിട്ടുണ്ട്. 100% അത് ഓക്കെയാണ്. ആ വ്യക്തിയും അതിനെ എഗൻസ്റ്റ് ആയിട്ട് വന്ന 2 അഭിഷേകം തമ്മിൽ ലഹള ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് ഈ രണ്ടാമത്തെ അഭിഷേകം ഉണ്ടല്ലോ, ആ പുള്ളിക്കാരനും ജാൻമണിയും ഭയങ്കര ഉടക്കിന് എല്ലാ ചാൻസും ഉണ്ട്. അയാൾ ഏറ്റവും കൂടുതൽ ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് എഗൻസ്റ്റ് ആയിട്ട് പറയുന്ന വ്യക്തിയാണ്. അങ്ങനെ ആ ഒരു വിഭാഗം തന്നെ ഏറ്റവും കൂടുതൽ ആക്രമിച്ച് അയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ നഷ്ടപ്പെടുത്തിയ ഒരു ചരിത്രമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർ തമ്മിൽ നല്ല കോട്ടിപ്പിടുത്തമായിരിക്കും. നമുക്കത് കാണാം. ഈ ആദ്യത്തെ പോയ ഗേ സെക്ഷൽ എന്ന് സ്വയം അവകാശപ്പെടുന്ന അഭിഷേക് സ്ട്രോങ് ആണ്. അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇഷ്ടപ്പെട്ടു. ഞാൻ അയാളുടെ ബാക്കിയുള്ള മാനറിസം എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പറഞ്ഞതൊക്കെ ആപ്റ്റാണ്, സ്ട്രോങ് ക്യാരക്ടറാണ്. ഇങ്ങനെ ഒരു സെക്ഷൻ ബിഗ് ബോസിൽ സൂപ്പർ തന്നെയാണ്. വളരെ പ്രതീക്ഷയുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷ ബിഗ് ബോസിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പ്രണയനില മടുരനില ഒരു തിക്ക് മുട്ടൽ ഇനി വരാൻ ചാൻസസ് ആർ ദയർ.
എപ്പോഴും മറന്നു പോകുന്നത് ജാസ്മിൻ്റെ ഒരു കുഴപ്പമാണ് എന്ന് പറയുന്നുണ്ട്, ഇത് ഊരി വെച്ചിട്ടുള്ള സംസാരങ്ങൾ. അപ്പോൾ അത് ബിഗ് ബോസ് കൃത്യമായി എന്തോ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ലാസ്റ്റ് വാണിംഗ് എന്ന രീതിയിൽ മൈക്ക് ഊരി വെച്ചിട്ടുള്ള കോപ്പറായി നീ നിർത്തിക്കോ എന്നുള്ളത്. 1-2 ഇതിനെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നുണ്ട്. എന്താണ് വാസ്തവം എന്ന് എനിക്കറിയത്തില്ല. എന്തോ സീക്രട്ട് ഏജന്റ് ഗബ്രി എന്തോ മക്കളെ. സായി പ്രിറ്റൻഡ് ചെയ്യുന്ന പോലെ ലൈക്ക് ഹീ ഈസ് എ വൈസ് മാൻ. നോ, ഹീ ഈസ് നോട്ട് എ വൈസ് മാൻ. സീക്രട്ട് ഏജന്റ് ഗബ്രി, ജാസ്മിൻ, റസ്മിൻ ഒരു ടീം പ്ലേ ആകും ഇനി. അത് ശരിയാണ്. അല്ല, റസ്മിനെ പുറത്താക്കും എന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത വീട്ടിലെ കുഞ്ഞ് ഇന്നലെ ഉറങ്ങാതെ കരച്ചിലായിരുന്നു. ജാൻമണിയുടെ എരുമാമറന്ന കരച്ചിൽ കേട്ട് പേടിച്ചിട്ടാണ്. കഷ്ടമുണ്ട് ഷെറിൻ, അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. ചേച്ചി പോകാൻ പറ്റിയില്ലല്ലോ സാഡ്. നിങ്ങൾ ഏത് ചെവി ഉണ്ടാക്കി കേൾക്കണേ? സായി അവിടെ ഒന്നും ചെയ്യാൻ പോണില്ല, എനിക്ക് പ്രായത്തിൻ്റെതായ അസുഖങ്ങളൊക്കെ ഉണ്ട് എന്ന് ഒരു ഭാവം. അല്ല, റോക്കിയുടെ മിമിക്ക് ചെയ്ത പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. റോക്കി എമിറ്റേറ്റ് ചെയ്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ജാസ്മിനായിട്ട് ഉടക്ക് ഒക്കെ വിട്ടോ ചേച്ചി? ഞാൻ എന്നും എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അതിനകത്തുള്ള ഒരാളുമായിട്ട് എനിക്ക് പേഴ്സണലി ഒരു പ്രശ്നവും ഇല്ല, ജാസ്മിനായിട്ട് ഒട്ടുമില്ല. പക്ഷേ പുറത്തേക്ക് വരികയാണെങ്കിൽ അവളൊരു യൂട്യൂബർ എന്ന നിലയിൽ എൻ്റെ മകനെ പറഞ്ഞതിന് മരണം വരെ ഞാൻ അവളെ വെറുതെ വിടൂല. അത്രയില്ല, ഇപ്പം മാത്രമല്ല, മരണം വരെ ഞാൻ അവളെ പിന്തുടർന്ന് കൊണ്ടേക്കാം. കുട്ടീനെയാണ് അവൾ ആക്രമിച്ചിരിക്കുന്നത്, ഞാൻ വെറുതെ വിടത്തില്ല. സീക്രട്ട് ഏജന്റ് സ്പിരിറ്റ് ഈസ് ലൈക്ക് എ സ്ട്രോങ് പ്ലെയർ, ഹീ ഈസ് നത്തിങ്. സീക്രട്ട് വീണ്ടും ഞാൻ എന്തോടെ എംബോസ് എഴുതിയിടാടെ, ഞാൻ വീണ്ടും ഇത് വായിക്കണ്ടേ? കഷ്ടമുണ്ട് കേട്ടോ. ഇങ്ങനെ വീണ്ടും എഴുതിയിടരുത് കേട്ടോ. ചേച്ചിക്ക് പോകാൻ പറ്റില്ല. മിമി പേജ് ഞാൻ ഒരിക്കൽ പോലും അവരോട് അത് ആഗ്രഹിച്ച് പറഞ്ഞിട്ടില്ല. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അത് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ആശ്വസിക്കാം, കാരണം അഭിഷേക് എന്ന് പറയുന്നത് പയ്യൻ എന്നെക്കാൾ ശക്തനാണ്. അവൻ ചിലപ്പോൾ എൻ്റെ കുറവ് അവിടെ പരിഹരിക്കാൻ ചാൻസ് ഉണ്ട്. കൊടുത്തോളൂ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമല്ലോ, ഇല്ലേ? ചെയ്തൂടെ? പ്രതീക്ഷയ്ക്ക് വകയുണ്ടല്ലോ. നിങ്ങൾ അങ്ങനെയൊന്ന് സമാധാനിക്കും പിള്ളേരെ. 6 എണ്ണം അല്ലേ അങ്ങോട്ട് തള്ളി കയറിയേക്കുന്നത്, എന്ത് കിടക്കാനാണ്? പിന്നെ ഉണ്ടുണ്ട് ഒരു ബാൾ അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ. ഒരു പ്രയോജനമില്ല. പൂജയെ കൊണ്ടൊരു പിണ്ണാക്ക് നടക്കാൻ പോകുന്നില്ല. ചിലപ്പോൾ റിയാക്ട് ചെയ്യും. ആരോ ഒരാൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, യെസ് അഭിഷേക് സെക്കൻഡ്. ചില വിഷയങ്ങൾ ആപ്റ്റായിട്ടുള്ള സാധനങ്ങൾ എടുത്തു പറയേണ്ടതും പ്രതികരിക്കേണ്ടതുമായ ഒരുപാട് എലമെൻറ്റ്സ് വന്നിട്ട് അതിനെ ഒന്നും എടുക്കാനോ പറയാനോ ധൈര്യമില്ലാതെ ഒറ്റപ്പെട്ടു പോകുമെന്ന ഭയത്തിൽ പലരും ഇഗ്നോർ ചെയ്യുന്ന കാര്യങ്ങൾ അയാൾ എടുത്തു പറയും എന്നാണ് പറയണത്. പക്ഷെ ഇനി അവിടെ ആരും ഒറ്റപ്പെട്ടു പോകാൻ ചാൻസ് ഇല്ല. ഗ്രൂപ്പിസം ഭയങ്കരമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് അവരുടെ പ്ലേയും. നോറയെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ മെൽറ്റഡായി. ചേച്ചി ജിനു തമ്മിൽ ഇപ്പോൾ നല്ലതാണോ? നിങ്ങളുടെ 1 month എഗോ വീഡിയോ കണ്ടപ്പോൾ ഫ്രണ്ട്ഷിപ്പില്ലേ തോന്നി. ഏത് ജിനു? പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ സ്വന്തം സീക്രട്ട്. താടി കൂടി എടുത്തപ്പോൾ നല്ല ഓഞ്ഞ മോന്ത. അർജുനെ പറ്റി എന്താ അഭിപ്രായം? വൈൽഡ് കാർഡ്സ് അർജുനെ ഭീഷണി ആവോ? ഇല്ല, അർജുനൊരു പൂച്ചയെ പോലെയാണ്. എങ്ങനെ വീണാലോ 4 കല്ല വീഴുക. അവനെയൊന്നും തൊടാനൊക്കത്തില്ല. അവൻ ഇതുവരെയും ബാഡ്. മോനോ എന്തുവാടാ നീ ഇങ്ങനെ വെള്ളം ഒഴുകുന്നാണോ ഇംഗ്ലീഷ് പറയുന്നത്? ഞാൻ പേടിച്ചു പോയി. ഇംഗ്ലീഷ് ബിഗ് ബോസിലേക്ക് എൻ്റെ മോൻ പോയാന്ന്. ട്രിപ്പിൾ ആൻഡ് എന്തുവോ കാണാറുണ്ടോ? ട്രിപ്പിൾ എസ് കാണാറുണ്ട്. കാണാറുണ്ട്, ചിലപ്പോഴൊക്കെ കാണാറുണ്ട്. സിബിൻ പോകുന്നത് മുടിയനെയാണ്. ഇല്ല, അഭിഷേക് ശ്രീകുമാറാണ്. നോറയാണ്. കറക്റ്റാണ്. നോറയുമായിട്ട് ഒരു ലിങ്കപ്പ് വരാൻ ചാൻസസ് ആർ ദെയർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സീക്രട്ട് ഏജന്റിന് സിംഹമാലൻ ഹെയർ സ്റ്റൈൽ
എന്ത് പൊതുജനം സംസാരം നോ എന്താണെന്നറിയാമോ, റോക്കിയെ കോപ്പി അടിച്ചതാ, റോക്കിയെ പോലെ. അപ്പോൾ റോക്കിക്ക് നല്ല അക്സെപ്റ്റൻസ് ഉണ്ട്. പൊട്ടനാണെന്നടേ, അവനിക്ക് ജനങ്ങളുടെ വേവ് അറിയത്തില്ല, എന്താണ് സംസാരിക്കേണ്ടതെന്ന് അറിയത്തില്ല, ഇങ്ങനെ പറഞ്ഞു നോക്കും. അപ്പോൾ അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എപ്പോഴും ജനത്തിന് എഗൻസ്റ്റ് ആണ്. പിന്നെ അവൻ കമൻസ് നോക്കും, കമൻസ് നോക്കുമ്പോൾ അവൻ ഉടനെ മാറ്റി. അതാണ് ഡബിൾ സ്റ്റാൻഡ് എന്ന് ഞാൻ പറയുന്നത്. സായിക്ക് ഡബിൾ സ്റ്റാൻഡ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സോ 100% അവൻ പതറിയിട്ടാണ് ഉള്ളത്. നിങ്ങളൊക്കെ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത പുള്ളി അങ്ങോട്ട് വിട്ടിരിക്കുന്നത്. ആക്ച്വലി അവൻ പതറിയിട്ടുള്ളത്, അവൻ അറിയില്ല, അവൻ സത്യത്തിൽ പെടാനാണ് ചാൻസ്. സീക്രട്ട് ഏജന്റിനെ സിംഹവാല ഹെയർ സ്റ്റൈൽ ലാലേട്ടനെ കണ്ടപ്പോൾ പുള്ളി ഒന്ന് പതറി. മൊത്തത്തിൽ അവൻ പതറിയിട്ടുള്ളത്. നാക്കിലെ വിഷം പുറത്തെടുക്കാൻ പറ്റില്ലല്ലോ. ഹൂ ഈസ് യുവർ ഫേവററ്റ് കണ്ടസ്റ്റൻറ്റ് സോ ഫാർ ഇൻ ദിസ് സീസൺ? ഇപ്പോഴുള്ളതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ക്യൂട്ടായിട്ട് ഫീൽ ചെയ്യുന്നത് നീതുവിനെ കാണുമ്പോഴാണ്. നോറ ബെസ്റ്റ് ആണെന്ന് തോന്നുന്നു. അപ്സരയാണ് എനിക്കിഷ്ടം. ഐ മസ്റ്റ് സേ, ചേച്ചിയെ ഇന്ന് കാണാൻ നല്ല രസമുണ്ട്. ഐ തിങ്ക് ഇന്നത്തെ ഹെയർ സ്റ്റൈൽ ആണെന്ന് തോന്നുന്നു. ഓ താങ്ക് യു. വൈറ്റ് കാർഡ്സ് ജബ്രി കോംബോ പൊളിക്കത്തില്ല. അത് പൊളിക്കാനൊന്നും ചാൻസ് ഇല്ല. കുറച്ച് അവർക്കൊരു ഇൻഫർമേഷൻ കൊടുക്കും, ബട്ട് ദേ വോണ്ട് റിയലൈസ് ഇറ്റ്. അവർക്ക് ഒന്നും നടക്കത്തില്ല. ജബ്രിയ ജാസ്മിൻ സേഫ് ആക്കിയാൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ പുറത്താകാൻ പോകുന്ന ജബ്രി തന്നെ, തർക്കിക്കുക വേണ്ട. ബിക്കോസ് ജബ്രി എല്ലാവരും എടുത്തിട്ട് അർമാദിക്കും. ഈ വന്നോമാരെല്ലാം ടാർഗറ്റ് ചെയ്യണ ജബ്രിയാണ്. തീർച്ചയായിട്ടും അടി കിട്ടും, അത് ഉറപ്പാണ്. സായി നല്ല കണ്ടസ്റ്റൻ്റ് ആണെന്ന് അംഗീകരിക്കുമോ? തീർച്ചയായിട്ടും. ലിജി, എനിക്ക് അയാളോട് പേഴ്സണലി ഒരു പ്രോബ്ലവും ഇല്ല. മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയുന്നതിന്, ഈ ജാസ്മിൻ ഇഷ്യൂ ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞ സമയത്ത് നിങ്ങൾ ആരും അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. ഞാൻ പറഞ്ഞതിന് എനിക്കുണ്ടായിരുന്ന എൻ്റെതായ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്ന കാരണവും ഉണ്ടായിരുന്നു. അതല്ലാതെ ജന്മശത്രുക്കളൊന്നുമല്ല ഞങ്ങൾ. പക്ഷേ എൻ്റെ മകനെ അവൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ അവൾ അഡ്രസ്സ് ചെയ്യപ്പെട്ടു എന്നുള്ളത് എൻ്റെ കുഞ്ഞിൻ്റെ പുണ്യം. അത്രയും ഞാൻ വിചാരിക്കുന്നുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. അതവിടെ തീർന്നു. സായി അയാൾ കള്ളനാണെന്നും അവൻ തെറ്റിദ്ധരിപ്പിക്കുകയാണ് നിങ്ങളെന്നും എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. പല ആവർത്തി ഞാനത് റിപ്പീറ്റഡ്ലി പറഞ്ഞു. നിങ്ങൾ ആരും അത് അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. അവൻ തന്നെ വന്ന് പുലിമടയിൽ ചാടിത്തന്നു, അവൻ്റെ വോയിസ് തന്നു, ഞാൻ തെളിവ് ഉൾപ്പെടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് തന്നു, ആൻഡ് ഐ ആം ഡൺ. അത്രയേ ഉള്ളൂ. പിന്നെ അത് വേറെ വ്യക്തികളാണ്. വൈ ഷുഡ് ഐ ബോദർ അബൌട്ട് ദം? എനിക്ക് എന്നും എപ്പോഴും ശത്രുവായി ഒരാളെ ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ, അത് ഫിജോ ജോസഫാണ്. ബട്ട് അവളുടെ ഡൊണേഷനാണ് ഈ യൂട്യൂബ്. അവൾ എന്നോട് ശത്രുത വെച്ചില്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ വരില്ല. അവൾ മാത്രമേ ഉള്ളൂ. കാരണം എന്നെ ഏറ്റവും കൂടുതൽ മെൻ്റലി ഫിസിക്കലി സർവ്വ രീതിയിലും എന്നെ അറ്റാക്ക് ചെയ്തത് ആ സ്ത്രീയാണ്. ബാക്കിയുള്ളവരൊക്കെ അവളുടെ ഇരകളാണ്. അപ്പം അവൾ മാത്രമേ ഉള്ളൂ. വേറെ ആരോടും എനിക്ക് ദേഷ്യമില്ല. അത് സീരിയസ്ലി മനസ്സിലാക്കുക. വേറെ ആരോടും എനിക്കൊരു പ്രോബ്ലവും ഇല്ല. എന്നെ പറഞ്ഞാൽ തിരിച്ചു പറയും, ദാറ്റ്സ് ഇറ്റ്, ടിക് ടോക്ക് ടാറ്റ്, അത്രയേ ഉള്ളൂ. ഇതങ്ങനെയല്ല. ഇതൊരു പാഴ്ച. ഇവൾ ചാകണിടം വരെ ഞാൻ അവളെ പിന്തുടരും. തർക്കമേ വേണ്ട. അത് ഉറപ്പിച്ച് പറയല്ലേ. ലേഡി ഏജന്റ് ഇനി പൊളിക്കും കുന്ത. ഞാൻ കണ്ടിരുന്നു ഉറങ്ങി എന്തരാ പറയണമെന്ന്. സായി നല്ല കണ്ടസ്റ്റന്റ്, അത് പറഞ്ഞല്ലോ. സീക്രട്ട് ഇൻട്രോ ഒരു 5 മിനിറ്റ് കൂടി എക്സ്റ്റെൻഡ് ചെയ്ത ശ്വാസം മുട്ടിച്ചത്തേനെ. സത്യം, ശ്രീകുട്ടിക്ക് കറക്റ്റ് മനസ്സിലായി. ലോങ് ഹെയർ ആക്കുമോ? ഇല്ല, താല്പര്യമില്ല. ബിബി പറഞ്ഞ സത്യമാണ്. സായി കൃഷ്ണ ഗെയിമിനെ വിശകലനം ചെയ്ത് പാളിപ്പോയി. കറക്റ്റാണ്. ആരായിരുന്നു പറഞ്ഞ നോറ റിയാക്ട് ചെയ്യും, പക്ഷെ അത് കഴിഞ്ഞ് അവിടെ ഇരുന്നു ഒരു കരച്ചിലാണെന്ന്. അത് ശരിയാ. അത് ഈ സിബിനാണ് പറഞ്ഞത്. അവരങ്ങനെയാണ് കരയുമെന്ന്. പക്ഷെ അത് മാറ്റിയെടുക്കും അവൻ കൂടെ നിൽക്കുകയാണെങ്കിൽ. പൂജയെ പറ്റി കൂടെ പറയാം. പൂജ ഒരു പട്ടി ഷോ ആയിട്ടാണ് തോന്നുന്നത്. പട്ടി ഷോ എനിക്കത് ഫീൽ ചെയ്തില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്താണെന്നറിയില്ല. ഫസ്റ്റ് ഇംപ്രഷൻ ശ്രീരേഖയോട് തോന്നിയ ഒരേ ഇംപ്രഷൻ തന്നെയാണ് എനിക്ക് ആ കൊച്ചിനോട് തോന്നിയത്. താനെന്തോ സംഭവമാണെന്നുള്ള രീതിയിലാണ് ആൾ അങ്ങോട്ട് അകത്തോട്ട് ചെന്ന് കയറുന്നത്. പിന്നെ ജാസ്മിനുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും അത് അവളവിടെ കാണിക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ദാറ്റ് വിൽ ലെഡ് അനദർ ഫൈറ്റ്. അത്രയും എനിക്ക് ഫീൽ ചെയ്യില്ല. ഐ ആൾറെഡി ടോൾഡ് യു, ജാസ്മിൻ ഇഷ്യൂവിൽ നിങ്ങൾ റൈറ്റ് ആണ്. താങ്ക് യു ലിജി, താങ്ക് യു സോ മച്ച്. ചേച്ചി, ശവനാറിപ്പൂ ഒരു പരുവമാകും. ചേച്ചി ഒരു ഡൗട്ട്, അസ്ല പറഞ്ഞോണ്ട് ആണോ ചേച്ചി മോനെ ജാസ്മിനെ കല്യാണം ഉറപ്പിച്ച്? ഞാൻ കല്യാണം ഉറപ്പിച്ചിട്ടില്ല. അസ്ല പറഞ്ഞ കുറേ അധികം വിഷയങ്ങൾ വെച്ചിട്ട് അവൾ അങ്ങനെയാണോ അല്ലയോ എന്നൊരു കൺഫർമേഷൻ വേണമായിരുന്നു എനിക്ക്. അസ്ല പറയുന്നുണ്ട് ഇങ്ങനെ, ജാസ്മിൻ ഇങ്ങനെയാണ്. ഇപ്പം മറ്റേ പെട്രാ ബോക്സ് ബോയ് പറയുന്നില്ലേ, ഇതേപോലെ തന്നെയാണ് അസ്ല എന്നോട് ജാസ്മിനെ പറ്റി പറഞ്ഞത്. അവൾ അവനെ പ്രേമിക്കും, പിന്നെ അവളെ കളയും, ഇവനെ പ്രേമിക്കും, ഇവനെ കളയും, എന്നിട്ട് അവനെ കളയും, ഇവനെ കളയും, അവനെ കളയും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു സംശയം തോന്നിയിട്ട് എൻ്റെ ഇതിൽ കൂടെ ഒരു പക്ഷേ എന്തായിരിക്കും അവളുടെ അഭിപ്രായം. ഇപ്പം ഇല്ലത്ത ഞാൻ ഫിക്സഡ് ആണ്. ഓർത്തോണം, ഇത് നടന്നിട്ട് ഇപ്പോൾ 3 മാസമേ ആയിട്ടുള്ളൂ. ഈ 3 മാസം എന്ന് പറയുമ്പോൾ അഫ്സലുമായിട്ട് അവൾ എൻഗേജ്ഡ് ആണല്ലോ. എൻഗേജ്ഡ് ആണ്. അഫ്സൽ അത് പറയുന്നുണ്ട്, അവളും അത് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ മകനുമായിട്ടൊരു വിവാഹം ആലോചിക്കുമ്പോൾ അവൾ എന്ത് പറയണം? ഞാൻ
എൻഗേജ്ഡ് ആണ് എന്നല്ലേ പറഞ്ഞത്. അങ്ങനെയല്ല എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്ക് വിവാഹം കഴിക്കണം, ഞാൻ പ്രണയിച്ചേ വിവാഹം കഴിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അത് മാത്രവുമല്ല, നിങ്ങൾ പിന്നെ ആദ്യം താത്ത എന്ന് വിളിച്ചോളൂ, ഞാൻ ഈ പ്രപ്പോസൽ വെച്ച ശേഷം എന്നെ ഉമ്മ എന്ന് വിളിക്കാൻ തുടങ്ങി. ദാറ്റ് മീൻസ് അങ്ങനെ തന്നെയാണത്. മനസ്സിലായോ? അത് അസ്ല പറഞ്ഞ എന്താണോ അത് തന്നെയാണ് ആ കൊച്ച് ഫോളോ ചെയ്തിരുന്നത്. അതിൻ്റെ ഒരു വോയിസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം കേട്ടോ. അപ്പോൾ ആ ഡൗട്ട് അങ്ങ് ക്ലിയർ ചെയ്തില്ലേ? തീർച്ചയായിട്ടും അല്ല. അസ്ല അങ്ങനെ ഇപ്പം അസ്ല പറഞ്ഞോണ്ടോ ജസ്ല പറഞ്ഞോണ്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞോണ്ടോ ഒന്നും ഞാൻ വീഡിയോ ചെയ്യത്തില്ല. ഞാൻ കൂടുതൽ പഠിക്കും, ഞാൻ മനസ്സിലാക്കും, അതിനുശേഷം മാത്രമേ ഞാൻ വീഡിയോ ചെയ്യുള്ളൂ. റസീന പറഞ്ഞത് കൊണ്ട് മാത്രമല്ല ഞാൻ വീഡിയോ ചെയ്തത്. നസീന പറഞ്ഞതുകൊണ്ട് ഈ ടോപ്പിക്കിൽ ഞാൻ തലവെച്ചു. അല്ലാതെ റസീന പറയുന്ന കണക്ക് പറയാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അത് അവൾ പറയണ ഞാൻ കുണുവാവയാണോ അവൾ പറയുന്ന കണക്ക് ഞാൻ പറയാൻ? അവളോടൊരു ഇഷ്ടമുണ്ടായിരുന്നു. ആ ഇഷ്ടം കൊണ്ട് അവൾ പറയണതിൽ ഞാനൊന്നും ശ്രദ്ധിക്കും. എനിക്ക് താല്പര്യമില്ലാത്ത സബ്ജക്റ്റായിട്ടും ഞാനത് കേൾക്കും, ശ്രദ്ധിക്കും. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഈ അവളെപ്പോലെ ഇങ്ങനെ ഇതുപോലെ ഇതിനകത്തൊന്നും കിടന്ന് ഉരുളുന്ന വ്യക്തിയല്ല ഞാൻ എടുക്കുന്ന ടോപ്പിക്ക് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഒരു വിഷയം കണ്ടാൽ ആ വിഷയത്തിനെ അപഗ്രഥിച്ച് അനലൈസ് ചെയ്ത് അതിനെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ മുൻപോട്ട് പോകുന്ന വ്യക്തിയാണ്. അല്ലാതെ പ്രസന്റിൽ ഇന്നുള്ളതാ ഇപ്പം രാവിലെ ഉറക്കം എഴുന്നേറ്റ് കോട്ടുവായിട്ടു, സായി അതടനെ ക്യാപ്ചർ ചെയ്തുകൊണ്ടിട്ട് ദേ അവൻ കോട്ടുവായിട്ടു. ആ ടൈമല്ല എനിക്ക്, ആ ടൈം എനിക്കില്ല. അത് മനസ്സിലാക്കുക പ്ലീസ്. ഓക്കെ, അറിയില്ലെങ്കിൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഹായ് ചേച്ചി, സീക്രട്ട് ഏജന്റ് വന്നതുകൊണ്ട് ജാസ്മിൻ ഇനി എന്ത് ചെയ്യും? അവർ രണ്ടും ഒന്നിച്ച് നിൽക്കും. അവരാരും നിങ്ങളെ വിചാരം? ജാസ്മിൻ ഔട്ട് ആകും. നന്ദന നല്ലപോലെ കളിക്കുകയാണെങ്കിൽ, ഇപ്പോൾ പോയ ആ കുട്ടി നല്ലപോലെ കളിക്കുകയാണെങ്കിൽ ജാസ്മിൻ എവിക്റ്റ് ആകാനാണ് ചാൻസ്. പക്ഷേ ഇനിയിപ്പം ജാസ്മിൻ്റെ ആവശ്യം ബിഗ് ബോസിന് ഉണ്ടാകാൻ ചാൻസ് വളരെ കുറവാണ്. ബിക്കോസ് ഇവർ 6 പേര് പോകുന്നുണ്ട്. ഇപ്പം ഇവരിൽ ആരെങ്കിലും ഒരാൾ സ്കോർ ചെയ്താൽ ജാസ്മിൻ എന്ന ഒരു കണ്ടന്റ് ബിഗ് ബോസ് അവോയ്ഡ് ചെയ്യാനാണ് ചാൻസ്. ബിക്കോസ് എല്ലാ സീസണും പോലെ അല്ലാതെ വളരെ മോശമായിട്ട് ഈ സീസൺ അത്രയും ഹേർട്ട്ഫുള്ളായി അവർക്ക് കേൾക്കേണ്ടി വന്നു. നമുക്കൊരു കൗതുകം, സ്ട്രോങ് കണ്ടസ്റ്റൻസ്, നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒക്കെ തോന്നുന്ന ഒരു മേഖലയിൽ നിന്ന് മാറി നമുക്ക് ഭയങ്കര വെറുപ്പ്, ഇറിറ്റേറ്റും തോന്നുന്ന ഒരു ഇതായിട്ട് വന്നു. ഫുഡിലൊക്കെ ഹൈജീൻ ഇല്ലാത്തൊരു ഇഷ്യൂ, കുളിക്കാത്തൊരു ഇഷ്യൂ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഒരു ഇത് പറഞ്ഞ ഒരു കുട്ടി ആയതുകൊണ്ട് ഇനി അതിൽ നിന്ന് റിക്കവറായി മാറി വന്നാൽ ചിലപ്പോൾ കപ്പ് കൊടുക്കാൻ എനിക്ക് തോന്നുന്നു. അമ്മ പറഞ്ഞത് കറക്റ്റാണ്. ജാസ്മിന് കപ്പ് കിട്ടാൻ ചാൻസ് കുറവാണ്. ഇത്രയും പേരെയും കൂടെ അവരെ അറ്റാക്ക് ചെയ്യാൻ തന്നെയാണ് ഇവർ കൊണ്ടുപോകുന്നത്. അത് കൃത്യമായി അവരും പറയുന്നുണ്ട്. അവർക്കൊപ്പം നിന്നുകൊണ്ട് ലാലും ചിരിച്ചിരിച്ച് കാര്യം പറയുന്നുണ്ട്. ഗബ്രിക്ക് മാലയിട്ട് സീക്രട്ടിനെ അന്തം വിട്ട് നോക്കുന്നിടത്ത് ഗബ്രിയെയും ജാസ്മിനെയും ടാർഗറ്റ് ചെയ്യാൻ തന്നെയാണ് ഇത് ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ശ്രീതു ശരണ്യ കോംബോ തകർക്കാൻ ആരെങ്കിലും ശ്രമിക്കും, രണ്ടിനെയും പിടിച്ച് പുറത്താക്കും. ജാസ്മിൻ ഔട്ട് ആവുക, രണ്ടിനെയും പിടിച്ച് പുറത്താക്കും. ശ്രീതുവും ശരണ്യയും വേസ്റ്റാണ്. ശരണ്യ അട്ടർ വേസ്റ്റാണ്. യമുന കറക്റ്റ് ടൈമിലാണ് പുറത്തു വന്നത്. കറക്റ്റ് രക്ഷപ്പെട്ടവർ, നല്ല സാധനം, അവർ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അവർക്ക് ഇതിനകത്ത് കിടന്നിട്ട് അവർക്ക് ശ്വാസം മുട്ടലൊന്നും അവർക്ക് ഇല്ലാത്ത അസുഖം വന്നേനെ. പക്ഷേ ഇൻസ്റ്റഡ് യമുനയ്ക്ക് പകരം വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നന്നായിരുന്നു തന്നെ. ബട്ട് ഇറ്റ്സ് ഓക്കെ. എനിക്ക് അവർ പുറത്തു വന്നതിലാണ് സന്തോഷം. കാരണം അവരെ കൊണ്ടാകില്ല, ഇവറ്റക്കുള്ള കൂടെ പിടിച്ച് നിൽക്കാൻ അവരെ കൊണ്ടാകത്തില്ല. അവരൊന്ന് ബൂസ്റ്റായി വരുന്ന സമയത്തേക്കും അവരൊക്കെ ഔട്ടായിപ്പോയി. സീക്രട്ട് ഏജന്റ് 5 മിനിറ്റ് കൂടി ഇൻട്രോ എക്സ്റ്റെൻഡ് ആയിരുന്നെങ്കിൽ അയാൾ ശ്വാസം മുട്ടി ചത്തേനെ. പേടിച്ചെന്ന് തോന്നണല്ലേ? എങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്ത്? വീട്ടിലിരുന്ന് അപ്പുറത്ത് കാണിക്കുന്നതല്ല മാലാഖയുടെ മുഖവും പിശാചിൻ്റെ സ്വഭാവവുമാണ് ജാസ്മിൻ. സത്യം, മാലാഖയുടെ മുഖം നല്ല ഭംഗിയാണ്, മൊഞ്ചത്തിയ, അതല്ലാന്ന് പറയുന്നില്ല. പക്ഷേ അവളുടെ കൈയിരിപ്പ് ഭയങ്കര മോശമാണ്. എക്സ്ട്രീം ലെവൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. എനിക്ക് പറയാൻ പറ്റുന്നതല്ലേ പറ്റുള്ളൂ. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കല്യാണം കല്യാണം കല്യാണം, എനിക്ക് കല്യാണം, എനിക്ക് കല്യാണം, എനിക്ക് കല്യാണം. ഇത് ആരെന്ന് വെച്ചാൽ മുന്നാക്കയാണ്. ജാസ്മിൻ്റെ അല്ലല്ല, ജാസ്മിൻ്റെ മൂന്നാമത്തെ എക്സ്. ജാസ്മിൻ്റെ മൂന്നാമത്തെ എക്സ് ആണ് ഈ സംസാരിക്കുന്നത്. നമ്പർ കൊടുത്തതിന്റെ കേസ്, ഈ അഫ്സലിന്റെ കേസ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്പർ കൊടുത്ത കേസ് എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ പരിചയപ്പെടുന്നതിന് മുമ്പേ ഈ ജാസ്മിനും ഈ നോറയും എന്തോ ഒരു വലിയ കച്ചറ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഈ നോറന്റെയും ജാസ്മിന്റെ ഇടയിൽ കച്ചറ ഉണ്ടായിരുന്ന ടൈമിലാണ് ഞാൻ ഈ ജാസ്മിനെ കണ്ടുമുട്ടുന്നതും അറിയുന്നൊക്കെ. അപ്പോൾ പിന്നെ ഞങ്ങൾ കല്യാണം ഉറപ്പിച്ച് അങ്ങനെ കുറെ കഴിഞ്ഞ് പിന്നെ ഈ കഴിഞ്ഞ വർഷം ശ്രീരേഖ മെച്ചൂർ അല്ല, ശ്രീരേഖ ഒരു പൈങ്കിളിയാണ്. ലാൽ എന്തിനാണ് അവളുടെ അടുത്ത് ഇത്രയും കാര്യങ്ങൾ അവൾ മെച്ചൂർ ആണെന്ന് ഫീൽ ചെയ്തിട്ടാണ്? എനിക്കൊരു പൈങ്കിളിയായിട്ടാണ് ഫീൽ ചെയ്തത്. ഞാനിത് പ്ലേ ചെയ്യുന്ന എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്രാ ബോക്സ് പ്ലേ ചെയ്ത വോയിസ് ആണ്. ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. എനിക്കറിയില്ല ചെറുക്കൻ എനിക്ക് സ്ട്രൈക്ക് തരുമില്ലെന്ന്. പക്ഷേ ഞാൻ അതിൽ നിന്ന് കേട്ടതാണ്. എനിക്കിതിനകത്ത് പറയാൻ, നിങ്ങൾ വേണമെങ്കിൽ അവിടെ തന്നെ പോയി കേൾക്കൂ കൂടുതലായിട്ട്. ഈ വിഷയം ഞാൻ എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടുപേരുടെ ഫൈറ്റ് ചെയ്യുമ്പോൾ ജാസ്മിനും
നോറയും കൂടെ ഫൈറ്റ് ചെയ്യുമ്പം നിനക്ക് എൻ്റെ നമ്പർ ആരാ തന്നേന്ന് ചോദിക്കുന്നു. ആ നമ്പർ തന്നത് മുന്നാക്കാണെന്ന് പറയുന്നു. എന്തിന് തന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ ഒരു ഇത് നടന്നപ്പോൾ ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണാജനകമായിട്ട് ഇവിടെ ഗെയിമിൽ വരുന്നതിന് തൊട്ടു മുമ്പുള്ള ആ ഒരു നമ്പർ കൈമാറ്റമാണെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അത് തെറ്റിദ്ധാരണയാണ്. വാസ്തവത്തിൽ അവർ ഗെയിമിന് വരുന്നതിന് മുമ്പല്ല ഇത് കൈമാറിയത്. രണ്ടുപേരും ടാങ്കോയിൽ നല്ല പ്രോഗ്രാം ചെയ്തുകൊണ്ട് നിൽക്കുന്നതായിരുന്നു. നോറയുടെ സുഹൃത്തായിരുന്നു മുന്ന നോറയ്ക്ക് വേണ്ടി പൈസ എറിഞ്ഞുകൊണ്ടിരിക്കുന്നവനായിരുന്നു. അങ്ങനെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ഒരുത്തനെയാണ് അടിച്ചുകൊണ്ട് വന്നത് നമ്മുടെ ജാസ്മിൻ എന്ന് ഇയാൾ അവകാശപ്പെടുന്നതാണ്. പിന്നെ ഇയാൾ പറയുന്ന ഒരു പോയിന്റ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പുള്ളി പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 രൂപ അയാളുടെ ബാങ്കിലേക്ക് ഇട്ട് കൊടുത്തു, ഞാൻ പൈസ കൊടുത്തിട്ടാണ് അയാൾ ജീവിക്കുന്നത് എന്നൊക്കെ എവിടെയോ വെച്ച് മാഡം അവകാശവാദം ഉന്നയിച്ചു എന്നാണ് പറയണേ. ജാസ്മിൻ അവകാശവാദം ഉന്നയിച്ചു എന്നാണ് പറയണേ. അപ്പോൾ ആ ഒരു അവകാശവാദം പുള്ളിക്കാരൻ അത് ഖണ്ഡിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഖണ്ഡിക്കണേന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് പൈസ ഇട്ടെന്ന് ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണെന്ന്. അപ്പോൾ പുള്ളി അറിഞ്ഞിട്ടുണ്ട് ഈ പൈസ ഇങ്ങോട്ട് വന്ന കാര്യം. അപ്പം വേണ്ട എന്നുണ്ടെങ്കിൽ തനിക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കാമല്ലോ. ഇറ്റ്സ് ഈസി നോ. ആരിട്ടെന്നോ അവർക്ക് തിരിച്ചിട്ട് കൊടുക്കുന്നതിൽ എൻ്റെ ശരിയായ ധർമ്മം, അതോടെ ആ ബന്ധം തീരുമല്ലോ. പക്ഷേ പുള്ളി അതെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ജാസ്മിൻ പറയുന്നത് കറക്റ്റാണ്. പിന്നെ അയാൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയെന്നൊക്കെ ചോദിച്ചാൽ അതൊന്നും എനിക്കറിയത്തില്ല. സ്ത്രീകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ കഴിവുകേട് തന്നെയാണ്. പിന്നെ ആ പൈസ ആയിരിക്കും നീ നോറയ്ക്ക് എറിഞ്ഞു കൊടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ ഒരു ആപ്പിൽ കൂടെ പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയെ നീ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചപ്പോൾ തന്നെ നിൻ്റെ മോഡലും ലെവലും ഒക്കെ എനിക്ക് മനസ്സിലായി. ഈ വിഷയത്തിൽ ഞാൻ ജാസ്മിൻ്റെ ഒപ്പമാണ്. കാരണം ഊന്നൊക്കെ ഒരു നല്ല ഊന്നൊക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ വോയിസ് ഞാൻ പ്ലേ ചെയ്യുന്നത്. ജനുവരി, അതായത് ഞങ്ങൾ കല്യാണം മുടിഞ്ഞ 2022 ഡിസംബർ കഴിഞ്ഞിട്ടുള്ള ജനുവരി, 2023 ഫസ്റ്റ് സ്റ്റാർട്ടിങ് ജനുവരിയിലാണ് ഞാൻ നമ്പർ കൊടുക്കുന്നത്. നമ്പർ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്പർ കൊടുത്തിട്ടില്ല, കോൺഫറൻസ് കോളാണ്. ഞാൻ നോറനെ വിളിച്ചിട്ട് ജാസ്മിനെ കോൺഫറൻസ് ഇട്ട് കൊടുക്കുക ചെയ്തത്. അതും ഇവർ രണ്ടാളും ഈ നോറനെ എന്തോന്ന് പറയുന്നുണ്ടല്ലോ മറ്റേ ബിഗ് ബോസിൽ, അവളെല്ലാം എന്നോട് സോറി പറഞ്ഞ് അപ്പൊ അവളെ വിശ്വസിച്ചു. നോറയെ ഇമോഷണലി അറ്റാക്ക് ചെയ്യണം ഐഷ. ബിക്കോസ് നോറ സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ്. നോറ കൃത്യമായി കാര്യങ്ങൾ പറയും. അവളുടെ സംസാര ശൈലിയാണ് പ്രശ്നം. പക്ഷേ അവൾ സ്ട്രോങ് ആണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരാൾ അതിനകത്ത് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞത് TVM നിന്ന് വന്ന ആ പയ്യൻ, അവനത് മനസ്സിലായിട്ടുണ്ട്. അവനത് തിരുത്തി പറയിക്കും. അവളെ സ്ട്രോങ് ആയി ഒരാൾ അവിടെ സപ്പോർട്ട് ചെയ്താൽ അവൾ സ്കോർ ചെയ്യുമെന്നുള്ള തർക്കമേ വേണ്ട. അവൻ അവളെ കൂട്ടുപിടിക്കുകയാണെങ്കിൽ അതൊരു സൂപ്പർ സ്ട്രാറ്റജി ആയിരിക്കും. അതോടുകൂടി ജാസ്മിൻ്റെ അഹങ്കാരം അങ്ങ് തീരും. തനിക്ക് നേടണമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാളെ ചവിട്ടിത്താത്തല്ല തനിക്ക് നേടേണ്ടത്, കളിക്കുക. അവളെ എപ്പോഴും ഇമോഷണലി അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ഒരു രീതിയാണ് ജാസ്മിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടെത്തൽ കറക്റ്റാണ് എന്നുള്ളത് ഒരു കേസ് പറയുന്നുണ്ടല്ലോ. അന്ന് ആ ടൈമിൽ ഇവര് 4 വർഷം മുമ്പുള്ള എന്തോ ഒരു കച്ചറ പ്രശ്നം തീർത്തതായിരുന്നു. അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കായിരുന്നു. അതായത് ആ 2023 ജനുവരിയിൽ. അല്ലാണ്ട് ഇവര് ഞാനും അതില് വിഷമിച്ചതേപോലെ വിഷമിച്ചൊരു വ്യക്തിയാണ്. അതായത് ഇയാളെ ചില അഫ്സലിന്റെ കേസ് പറയുന്നുണ്ട്. അഫ്സലിന്റെ കേസ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്സലിന്റെ ഇപ്പോഴത്തെ ഒരു രീതിയും വിഷമവും മെസ്സേജും ഒക്കെ കാണുമ്പോഴത്തേക്കും ഉന്നാക്കയ്ക്ക് ഭയങ്കര വേദന തോന്നുന്നുണ്ടെന്ന്. കാരണം അഫ്സലിന്റെ കൂടെ റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോഴും ഉന്നാക്കായോട് വിളിച്ചിട്ട് എനിക്ക് ഫൈനൽ ഒരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നീ എന്നെ വീണ്ടും സ്വീകരിക്കുമോ എന്ന് ജാസ്മിൻ ചോദിച്ചതായിട്ടൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു ടോപ്പിക് അങ്ങ് ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞൊരു വിഷയമാണ്. പിന്നെ ഇതെടുത്ത് സത്യം പറഞ്ഞാൽ നീ ചെയ്യുന്ന ഭയങ്കര ബോറാണ് കേട്ടോ. കാരണം ജിന്ന് ആദ്യം തന്നെ വന്നിട്ട് കാര്യം പറഞ്ഞു. സിയാദ് ജിൻ എന്ന് പറയുന്നവൻ ആദ്യം തന്നെ വന്ന് കാര്യം പറഞ്ഞിരുന്നു. അതോടെ അവൻ വിട്ട് കളഞ്ഞ് അവൻ്റെ പാട് നോക്കിയപ്പോൾ ഇത് ഫ്രോഡ് പെണ്ണാണെന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ നീ പറഞ്ഞു, പിന്നെ ഇതിനകത്ത് ന്യായീകരണം കൊണ്ടുവരുന്ന എന്തിനെന്ന് അറിയത്തില്ല. മേ ബി നോറ ഇഷ്യൂ വന്നാണ്. ആ ഇഷ്യൂ മാത്രം പറഞ്ഞാൽ മതി. അഫ്സലിന് വേദന ഉണ്ടാകുന്നോ ഇല്ലയോ എന്നൊന്നും നീ സംസാരിക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അഫ്സലിന് ഇപ്പോൾ ഉണ്ടായ വേദന മുന്നാക്കയ്ക്ക് മുമ്പുണ്ടായിരുന്നു എന്നും മുന്നാക്കയ്ക്ക് മുമ്പുണ്ടായിരുന്ന അതേ വേദന തന്നെയാണ് ഇപ്പോൾ അഫ്സൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു. മുന്നാക്ക തട്ടിയെടുത്തതാണല്ലോ, സിയാദിൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തതാണ് ഉന്നാക്ക. അപ്പം നമ്മൾ തട്ടിയെടുത്ത സാധനം വേറൊരാൾ തട്ടിയെടുക്കും എന്നുള്ള ബോധം നിനക്ക് വേണ്ടേ? അങ്ങനെ തട്ടുമ്പം സിയാദിനെ പ്രണയിച്ചവൾ ചാടി നിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവൾ വേറൊരാളെയും പ്രേമിക്കും എന്നുള്ള ബോധം വേണ്ടായോ നിനക്ക്? അല്ലെങ്കിൽ അവനുമായി കല്യാണമോ എന്തെങ്കിലും പ്രോബ്ലമോ അവനെന്തെങ്കിലും കുറവോ എന്തെങ്കിലും പറയാനുണ്ടാവണം. ഒരു കോക്കനാട്ടും ഇല്ലല്ലോ. അവനൊരു മോതിരമൊക്കെ കൊണ്ട് കൊടുത്ത് സ്വർണ്ണമൊക്കെ ഡയമണ്ടൊക്കെ കൊണ്ട് കൊടുത്തിട്ട് പോലും അവനെ വേണ്ടാന്ന് വെച്ച് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് മാത്രം നോക്കി നിൽക്കുന്ന ഒരാളാണ്. അഫ്സലിൻ്റെ കാലിൽ അവൾ വീഴും. അഫ്സലിനെ അവൾ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഫിനാൻഷ്യലി നല്ല സൗണ്ട് ഫാമിലിയാണ് അഫ്സൽ. ഒരേ ഒരു മോനാണ്, IT പ്രൊഫഷണലാണ്. ഇനി പോയിരിക്കുന്ന അഭിഷേകിനെ അവൾ ചൂണ്ടയിടാതിരുന്നാൽ മതി, അത് വലിയ കാര്യമായിരിക്കും. ഗപ്രിയെ അവളിപ്പോൾ ചവിട്ടി തൂരിയറിയും. ഗപ്രി പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അത് ഇന്ന് വന്ന കണ്ടസ്റ്റൻസ് ഒക്കെ പറയുന്നുണ്ട്, ഗബ്രി പോയാലും അവൾക്ക് വിഷമമൊന്നും വരത്തില്ല. പക്ഷേ ഗബ്രി തിരിച്ച് ജാസ്മിൻ പോയി കഴിഞ്ഞാൽ ഗബ്രി ഡൗൺ ആവും എന്നുള്ള തർക്കമേ വേണ്ട. അഫ്സൽ വൈൽഡ് കാർഡായി വരുമെന്ന് പ്രതീക്ഷിച്ചവരുണ്ടോ? ഇല്ല.
അതിൻ്റെ ആവശ്യമില്ല. അത് അൺവാണ്ടഡ് കേസാണ്. അഥവാ വന്നാലും പിന്നെ ഗബ്രിയെ വിട്ടിട്ട് അവൻ്റെ തോളിൽ ചുമ്മിക്കൊണ്ട് നടക്കും. അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുകയുള്ളൂ. ഷീ ഈസ് ടാലൻറ്റഡ്. അത് നിങ്ങൾക്ക് അവളുടെ ടാലൻ്റ് അറിയാൻ പറ്റുന്നത്. ഇത്തരം പെൺകുട്ടികൾക്ക് നല്ല ക്രൂക്കഡ് മൈൻഡും അതിനുള്ള ആംബിയറും ഉണ്ട്. അവരത് ചെയ്യും. എത്ര മോശപ്പെട്ട സ്റ്റേജും അവൾ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടു നിങ്ങൾ കണ്ടില്ലേ? അവൾ കൊടുത്ത ക്രീം വെച്ചിട്ട് 8 പേരുടെ കിഡ്നി അടിച്ചു പോയിട്ട് അവൾ എന്തോ വന്നിരുന്ന സർക്കസ് കാണിച്ച്. നമ്മളെയൊക്കെ പച്ചത്തെറിയാണ് വിളിച്ചത്. പച്ചത്തെറി വിളിച്ചിട്ടും ദാണ്ട് ഇല്ല കണ്ണാടിക്കാരിരുന്നുകൊണ്ട് അവൾക്ക് വക്കാലത്ത് പറയണ കേട്ടില്ലേ? അവനെ പോലും ബ്രെയിൻ വാഷ് ചെയ്യാൻ അവളെ കൊണ്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ ഷീ ഈസ് ടാലൻറ്റഡ് ഇൻ അനദർ മാനർ. അത്രേ ഉള്ളൂ. ജാസ്മിൻ്റെ ഫാമിലി ഐസൊലേറ്റഡായി സൊസൈറ്റിയിൽ നിന്ന് ഒറ്റയ്ക്കായി നിൽക്കുന്നതായിട്ട് തോന്നുന്നു ഇപ്പോൾ. നോ അവർക്ക് ആകെ നനഞ്ഞാൽ കുളിരത്തില്ല. മോള് പണ്ടേ ഇങ്ങനെയാണെന്നുള്ളത് അന്തൊക്കെ അറിയാം. പിന്നെ പുതിയ കഥയൊന്നുമല്ല. ഞാൻ തന്നെ പബ്ലിക്കിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായതാണ്. പിന്നെ വിശ്വസിക്കാൻ പ്രയാസമുള്ളവരായിട്ട് ക്യൂട്ടിനെസ് ഓവർലോഡ് കണ്ടിട്ടാണ്. ആ നാട്ടുകാർക്കൊക്കെ കഥ അറിയാം. ജാസ്മിനോട് ഫേസ് ടു ഫേസ് സ്ട്രോങ് ആയി സംസാരിച്ചാൽ ജാസ്മിൻ തീരും. അത്രയേ ഉള്ളൂ. ശരണ്യയുമായി ഒരു കോൺവെർസേഷൻ അതിന് എവിഡൻ്റ് ആണ്, കറക്റ്റാണ്. ടാങ്കോ ഇഷ്യൂ ഉള്ളത് കൊണ്ട് ആണ് നോറ ഇടയ്ക്ക് ഡൗൺ ആകും. സത്യം. ആരും തട്ടിയെടുത്തതൊന്നും അല്ല ചേച്ചി. അവൾ ചാടാൻ റെഡിയായി ഇരിക്കുന്നവൾ ആണ്. അത് അവൾ അങ്ങനെ ഇരിക്കുന്നു. പക്ഷെ ഇവന്മാർക്ക് ബുദ്ധി എവിടെ പോയി? അവൾ ചാടിച്ചോണ്ട് പോവുകയാണ് എന്നുള്ളത് കാണുമ്പോൾ അറിയത്തില്ലേ? സിയാദുമായിട്ടൊരു അഫെയർ കഴിഞ്ഞു, അടുത്തൊരു അഫെയർ കഴിഞ്ഞു, പിന്നൊരു അഫെയർ. ഇവനെന്താ പൊട്ടനാ പോറനാ? ഈ 2 ആണുങ്ങളും തമ്മിൽ എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ അവൾക്കൊന്നും പറയാനുമില്ല. സിയാദ് കൈ ഒഴിഞ്ഞതാണെന്ന്, പിന്നെ മുന്ന കൈ ഒഴിഞ്ഞതാണെന്ന്. എല്ലാവരും കൈ ഒഴിഞ്ഞതെന്ന് നിങ്ങൾ ചോദിക്കുക. അല്ല, നമ്മൾ ജീവിച്ചിരിക്കുക നമ്മുടെ കൂടെ നിൽക്കുന്ന പാർട്ട്ണർ മറ്റൊരു വ്യക്തിയുമായി അഫെയർ വെച്ചാൽ ഒരു മനുഷ്യനും സഹിക്കത്തില്ല. ടാങ്കോ കേളോ ടൂങ്കോ കേളോ ഇനി ഏതെങ്കിലും റെഡ് സ്ട്രീറ്റിലെ പെണ്ണോ ആണെങ്കിൽ പോലും അവർ സ്വീകരിച്ചു എന്ന് വരും. തിരിച്ചും ചെയ്യും. പക്ഷെ നമുക്കൊപ്പം വന്ന ശേഷം നമുക്കൊപ്പമായിരിക്കണം. എനിക്കൊന്നും ഇമാജിൻ പോലും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ബെഡിലേക്ക് മറ്റൊരാൾ അവർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അപ്പം ഇറക്കി വിടും ഞാൻ. അതിനകത്ത് തർക്കമേ ഇല്ല. ഈ ടാങ്കോ ആപ്പ് ആപ്പാ അത്യാവശ്യം സെക്സ് ആപ്പാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിനകത്ത് ചാറ്റിംഗ് ആണ് കൂടുതൽ. ലൈവായിട്ട് ചാറ്റ് ചെയ്യാനും മറ്റുമൊക്കെ ചെയ്യുന്ന ഒരു ആപ്പായിട്ടാണ് മനസ്സിലാക്കുന്നത്. ശരി, കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. നാളെ കാണാം. ഇതിനകത്ത് 3-4 വോയിസ് ഉണ്ട്. ഞാൻ പറ്റുമെങ്കിൽ ഇത് അല്ലെങ്കിൽ ഞാൻ ഇടുന്നില്ല കേട്ടോ. നിങ്ങളെ പെട്രാ ബോക്സ് ബോയ് എന്ന് പറയുന്ന ആ പയ്യൻ്റെ ചാനലിൽ ഇതിട്ടിട്ടുണ്ട്. നിങ്ങൾ അവിടെ പോയി കാണുന്നതായിരിക്കും കുറച്ചുകൂടെ സേഫ് എന്ന് തോന്നുന്നു. നിങ്ങൾ അവിടെ പോയി കാണും പ്ലീസ്. അതാണ് നല്ലത്. ഞാനത് ഇട്ടിട്ട് പ്രശ്നമാവണ്ട. എന്താ ലൈവിലാ? സ്ത്രീപക്ഷവാദി എന്തോ പറയാൻ വിളിച്ചതാ. രഘുവണ്ണനെ കൊണ്ട് ഞാൻ തോറ്റ്. അപ്പം ശരി, ഗുഡ് നൈറ്റ്. സീ യു ടുമാറോ. നാളെ കാണാം. മോനെ.